ഇത്രയും ബഹുമാനപ്പെട്ട ജേക്കബ് ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജെയിംസ് മാഷൻ, പ്രിയമുള്ള മതപര ശുശ്രൂഷകരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സന്ധ്യാവന്ദനം. ഈ നിമിഷം വരെ നമ്മെ കരുണയോടെ കൃപയോടെ കാത്തു പരിപാലിച്ച ദൈവത്തെ നമുക്ക് മുന്നമേ മഹത്വപ്പെടുത്താൻ, സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാം. ഇനിയുള്ള സമയങ്ങളിലും നാളുകളിലെല്ലാം നമ്മെ വലങ്കരം പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ വചന സന്ദേശത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മെ തന്നെ നമുക്ക് ഒരുക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവത്തിന്റെ സന്നദ്ധയിൽ 2-3 പേർ ആരെങ്കിലും അവിടെ അവരുടെ ആ നാമത്തിൽ ആയിരിക്കുമ്പോൾ അവരുടെ മധ്യേ നമ്മുടെ കർത്താവ് ദൈവമുണ്ട് എന്നുള്ള വലിയ വാഗ്ദത്തം അത് നിറവേറുവാൻ തക്കവണ്ണം ജീവനുള്ള വലിയവനായ ദൈവത്തിന്റെ ആ വചനം, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള വചനം, മാൻപേടകളെ പ്രസവിക്കുമാക്കുന്ന വചനം, ദൈവത്തിന്റെ വലിയതായ ജീവനുള്ള വചനം നമ്മിലേക്ക് നിൽക്കുവാൻ തക്കവണ്ണം വചനം ആഘോഷിക്കുന്ന വന്യ അച്ഛനെ അവിടുന്ന് ശക്തീകരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കരുണയായിരിക്കുവാനും കൃപയായിരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും വന്യ അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചുമ്മാശനെയും ഇന്ന് വചന സന്ദേശത്തിന് വേണ്ടി വന്നിട്ടുള്ള എല്ലാവരെയും ഈശ്വരന്റെ വരുവാണ്. എല്ലാവരെയും ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വന്നിയ ജേക്കബ് ജോസഫ് അച്ഛനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, വിനയത്തോടെ സമയത്ത് ക്ഷണിക്കുന്നു. നമ്മുടെ കരങ്ങളെ നമുക്ക് വണങ്ങി ഒരു നിമിഷം പ്രാർത്ഥിക്കാതിരിക്കാം. നാഥ നിന്ദാച്യ പിൻമഹിമാഗമനേ ശ്രീവാചിരക ഞങ്ങളെ മൂടി കൊള്ളേണമേ. നാഥ നിന്ദാച്യ പിൻമഹിമാഗമനേ നിന്നാമത്തെ ഏറ്റു ഞങ്ങളെ ഏൽക്കേണമേ. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ, വചനത്തോട് ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായി നിന്റെ ആഴമേറിയ വചനങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും സഞ്ചരിക്കാനായി, അത് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോകുവാനായി, കൂട്ടായി വഴികാട്ടിയായി ഞങ്ങൾക്ക് നിന്നെ പ്രസവിച്ച മാതാവാകുന്ന ദൈവജനേത്രിയോടുകൂടെ സകല പരിശുദ്ധന്മാരോടുകൂടെ വിശ്വാസ സംഘത്തോടുകൂടെ സാക്ഷികളുടെ ഒരു സമൂഹത്തോടുകൂടെ വീണ്ടും ഞങ്ങൾക്കും യാത്ര ചെയ്ത് നിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ ഞങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ഞാനിൻ്റെ വായിൽ വീഴുന്ന വചനങ്ങളും അവിടെ ഒരുമിച്ചുള്ള ധ്യാനവും അവിടുത്തെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീർക്കുമാറാണമേ. എത്രയും ബഹുമാനപ്പെട്ട ഇടവകയുടെ വികാരികളുടെ ശ്രീകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ജെയിംസ് മാഷൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ,
എട്ടുനോമ്പിൻ്റെ 4-ാം ദിനമായ ഇന്ന് സന്ധ്യയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊരു വലിയ ക്ഷീണം കാണുന്നുണ്ട്. നിങ്ങൾ 3 ദിവസത്തെ വചന ശുശ്രൂഷയിൽ 4-ാം ദിവസത്തേതുള്ളായപ്പോഴേക്കും ചെറിയ ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നു. പ്രസംഗകനിങ്ങനെ വലിയ പ്രിപ്പറേഷനോടുകൂടെയാണ് ചെന്നത്. പക്ഷെ അന്ന് ആ ഓഡിയൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി. നമ്മളിങ്ങനെ ഒത്തിരി പ്രിപ്പറേഷൻ നടത്തി വന്നപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയി. കുറഞ്ഞുപോയത് മാത്രമല്ല, അന്ന് ആരും വന്നില്ല, ഒരമ്മച്ചി മാത്രമാണ്. പക്ഷെ അച്ഛനെ പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛനത് നന്നായി പ്രിപ്പയർ ചെയ്ത് അമ്മച്ചിയെങ്കിലും കേട്ടോട്ടെ എന്ന് വിചാരിച്ചു പെരുമഴയായിട്ട് അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഈ അച്ഛൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മച്ചി പറഞ്ഞു, നന്നായിരുന്നു. പക്ഷെ അച്ഛൻ ഒരു പശുവേ ഉള്ളായിരുന്നു, ഒരു ലോഡ് കറ്റ ഇതിനെ ഇറക്കിയിട്ട് ഒരാൾക്ക് കേൾക്കാനുള്ളത് മതിയായിരുന്നു. ചില സ്ഥലങ്ങളിൽ കച്ചി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കറ്റ എന്ന് പറയും. ഇപ്പൊ കൊണ്ടുവന്ന എല്ലാം കൂടെ ഇറക്കിയിടാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും തന്നെ ഇറക്കിയിടുന്നില്ല. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് എന്നെ ഏൽപ്പിച്ച ഈ വർഷത്തെ ദൗത്യത്തിന്റെ ചുരുക്കമായി പറയുവാനുള്ള ദിനമാണ് ഇന്ന്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യപ്പെടുത്തും. കാണാതിരുന്ന ചില കഥകളിലൂടെ മാതാവിന്റെ ജീവിതത്തെ തുടങ്ങി യേശുവിൽ തൻ്റെ ജീവിതം സമർപ്പിക്കുകയും തൻ്റെ ഉദരത്തിൽ യേശുവിനെ വഹിക്കുവാൻ സാധിച്ചപ്പോൾ ഇന്നലെ നാം പറഞ്ഞു, ലോകത്തിലേക്ക് ആ യേശു ക്രിസ്തുവിനെ മാതാവ് പരിചയപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ആ മാതാവ് വ്യക്തമായി നമ്മളോട് ഓരോരുത്തരോടും എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിക്കുക. ശുദ്ധിയായ മാതാവിന്റെ ജീവിതത്തെ നാം തുടങ്ങുമ്പോൾ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഓരോ ദിനവും ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും പരിശുദ്ധ സഭയുടെ അഥവാ നാം സാധാരണ പറയുന്ന ഓർത്തഡോക്സ് ദൈവവിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ മാതാവിന്റെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ കണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 26 നിന്ന് 39 വരെ അപ്പുറത്തോട്ട് പോകാത്ത അവിടെ തന്നെ ഇനിയും മുങ്ങിയാൽ ഒരുപാട് കണ്ടെത്താനായിട്ട്. പക്ഷേ അതിനപ്പുറമായി വീണ്ടും ഇന്ന് അമ്മയുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നമ്മളോട് എന്ത് സംസാരിക്കുന്നു എന്നുകൂടെ സംസാരിച്ചു വേണം ഞാൻ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ ഇനി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറാതിരിക്കുവാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. പരിശുദ്ധ സഭയുടെ വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന സത്യവിശ്വാസം എന്നുള്ളത് എന്താണ് എന്ന് നമുക്കറിയാം. അത് നമുക്ക് ആദ്യം പഠിപ്പിച്ചു തരുന്നത് ദൈവമാണ്. സത്യത്തിന് എന്താണ് ഈ സത്യവിശ്വാസം? എന്താണ് സത്യവിശ്വാസം? ഞാൻ അച്ഛനായിട്ട് ആദ്യമായിട്ട് പോകുന്ന ദേവാലയത്തിൽ ഞാൻ സാധാരണ പ്രസംഗിച്ചു കഴിയുമ്പോൾ 2-3 മാസത്തേക്ക് എന്നോട് ഇന്നും ഈ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരാൾ പറയുമായിരുന്നു, അച്ഛൻ സത്യവിശ്വാസം പ്രസംഗിക്കുന്നില്ല. അപ്പൊ അവരതിന് കണ്ടെത്തിയൊരു കാരണം, ഞാൻ തിയോളജി പഠിക്കുവാനായിട്ട് പോയത് ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലാണ്. ഈ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിനെ സാധാരണ ലോകത്തിൽ എല്ലാവരും പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് തിയോളജി എന്നാണ്. അതുകൊണ്ടായിരിക്കാം
അച്ഛൻ ഈ സത്യവിശ്വാസം അറിയില്ല. എന്നോട് ഓരോ ദിവസത്തെയും ഞായറാഴ്ചത്തെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ആദ്യമായി ചെന്ന പള്ളിയിലുള്ള ഞാൻ ആ ആളിന്റെ പേര് കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 50% ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഇന്ന് ലോകത്തില്ല. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ദേവാലയത്തിൽ. ഞാനിന്ന് ചോദിക്കും, എന്താണ് ഈ സത്യവിശ്വാസം? പറഞ്ഞേ ഇവിടെ മനസ്സിലാവണമല്ലോ. ശരിയാണ്, ഞാൻ തുടക്കക്കാരനായിരുന്നു എന്ന് 25 വർഷത്തിന് മുമ്പത്തെ കഥയാണ്. അപ്പൊ അദ്ദേഹം ദേവാലയത്തിന് ഏറ്റവും മുന്നേ വന്ന് നിൽക്കുന്ന ആളാണ്. അപ്പൊ എന്താണ് സത്യവിശ്വാസം അന്ന് അദ്ദേഹത്തോട് ചോദിച്ച് നിങ്ങളോട് ചോദിക്കും. ഈ ചോദ്യം വലിയ പ്രശ്നമാണല്ലേ? അപ്പൊ അങ്ങനെ ഞാൻ ചെന്ന് 3-ാം മാസം ഒരു ഇടപ്പെരുന്നാളോ ഇടയിലുള്ള ഒരു പെരുന്നാൾ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മുമ്പ് നിൽക്കുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ഞാൻ അവിടെയാണ് വിശുദ്ധ കുർബാന ചൊല്ലിയത്. അദ്ദേഹം ഇങ്ങനെ മുന്നേ വന്ന് നിൽക്കുന്ന അറിയാം. ഒത്തിരി വയറൊക്കെ ഉണ്ട്. അപ്പൊ കൈക്ക് മുന്നോട്ടേ ഇരിക്കുകയുള്ളൂ. ജുബ്ബയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിലുള്ള ആളാണ്. വിശുദ്ധ സന്ധ്യാപ്രാർത്ഥനയുടെ അവസാനമായപ്പോൾ അവസാനം നമ്മൾ പറയുന്ന വിശ്വാസ പ്രമാണത്തിന് മുമ്പ് ശുശ്രൂഷകൻ പറഞ്ഞു, നാം എല്ലാവരും നല്ലോണം നീ പുരോഗതിയുടെ പ്രാർത്ഥന ഏച്ചു കൊല്ലണമെന്ന് പറഞ്ഞു. ഞാൻ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശുശ്രൂഷകന്റെ കയറി കയ്യെ പിടിച്ചു. എന്നിട്ട് ഞാൻ നേരെ തിരിഞ്ഞിട്ട് ഈ മുന്നിൽ നിന്ന് എന്നോട് സ്ഥിരമായി ഈ മറ്റേ തിയോളജിയാണ് പറയുന്നത് എന്ന് പറയുന്നതും വിശ്വാസം അറിയില്ലെന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, ഇങ്ങനെ ചൊല്ലിക്കണം. എന്നോട് ഏതാ പ്രാർത്ഥനയുടെ അവസാനമാണ്. അപ്പൊ വീണ്ടും ഞാൻ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും എന്ന് പറഞ്ഞ ശുശ്രൂഷനെ പിടിച്ചു. തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ചൊല്ലിക്കണം. പിന്നെ അവിടെ ഒരു വലിയൊരു സംഭവം നടന്നത്. അവൻ മേപ്പോട്ട് കയറി താപ്പോട്ട് പോയി, അതുവഴി കുരിശേ കൂടെ ഇറങ്ങി, മറിയം അതുവഴി പോയി. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം ഈ ജുബ്ബ നനഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. കൈമുത്താൻ വന്ന പറഞ്ഞു, എന്നെ അച്ഛൻ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് സത്യവിശ്വാസം. ഏത്? വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ ദൈവസാന്നിധ്യത്തെ അറിയുക എന്നതും വിശ്വാസ പ്രമാണത്തിൽ പ്രധാനമായ 5 കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. അതായത് ദൈവമാരാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സത്യസുറിയായ സഭ, സത്യസഭ എന്താണ്, സഭയുടെ മാനങ്ങൾ, പിന്നീട് ബാപ്റ്റിസം അഥവാ മാമോദീസ എന്താണ്, പിന്നീട് കർത്താവിന്റെ 2ാമത്തെ വരവ്, പാവമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു, കർത്താവിന്റെ 2ാമത്തെ വരവ് അവരോടുകൂടെ നമ്മൾ ചേർക്കപ്പെടുന്നു. ഇവയെ കൺസൈസ് ചെയ്ത് വിശ്വസിക്കുന്ന ഭാഗമാണ് നിഖ്യായിലും കുസ്തുനിലും പോലീസിലും എഫെസസിലും വെച്ച് പറഞ്ഞ് പൂർത്തീകരിച്ച വിശ്വാസം. അപ്പൊ ഞാനിത് ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, മാതാവിന്റെ ജീവിതത്തെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ഈ വിശ്വാസത്തോടുകൂടെ നമ്മൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പലപ്പോഴും ശ്രദ്ധയോടുകൂടെ മാതാവിലേക്ക് വീണ്ടും വീണ്ടും ചെന്നെത്തുവാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്ന് പറയുന്ന ദൈവം പഴയ നിയമത്തിലുണ്ടോ? പുതിയ നിയമത്തിലല്ലേ തുടങ്ങുന്നത്? ക്രിസ്തു പുതിയ നിയമത്തിലാണ് തുടങ്ങുന്നത്, അല്ലേ? യേശു ക്രിസ്തു പുതിയ നിയമത്തിലാണ് വരുന്നത്. അപ്പം തൃത്വ ദൈവം പഴയ നിയമത്തിലില്ലല്ലോ. അത് കൺഫ്യൂഷനായി. ആകെ പ്രശ്നമായി. ഇപ്പൊ ചിലർ പറയുന്നത് ഉണ്ടെന്ന് പറയുന്നു, ചിലർ പറയുന്നത് ഇല്ലെന്ന് പറയും. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോകേണ്ടത്? യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുമില്ല, അവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇന്നലത്തെ പ്രസംഗം വെറുതെ യേശു രക്ഷകനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഞാനിത് പറഞ്ഞ് ഇതിലേക്ക് എനിക്ക് അകത്തോട്ട് പോകാൻ വേണ്ടി ഞാൻ വഴിവിട്ടുകയാണ്. എന്താ സംഭവിക്കുന്നത്? തൃത്വത്തെ നാം മനസ്സിലാക്കി തുടങ്ങുന്നത് പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിലല്ല എന്നുള്ള ഈ ഇതിലല്ല. തൃത്വം ആയിരുന്ന ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം അനാദിയും ആൽഫയും ഒമേഗയും ആകുന്നു. ആദ്യം മുതലുള്ളവനായ ദൈവം തൃത്വത്തിൽ
അധിഷ്ഠിതമായ തൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുവൻ എന്ന് നമ്മൾ ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ആ തൃത്വത്തിൽ ഒരുവനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മുഖാന്തരം നാം തൃത്വത്തിന്റെ ആഴങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി. ആരാണ് പിതാവ്, ആരാണ് പുത്രൻ, ആരാണ് പരിശുദ്ധാത്മാ. അതുകൊണ്ടാണ് അമ്മയുടെ അടുത്തേക്ക് ദൂതൻ വരുമ്പോൾ കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നിൽ വരുന്നവൻ ദൈവപുത്രൻ, പുത്രൻ പരിശുദ്ധാത്മാവ് മുഖാന്തരം അത് സംഭവിക്കും. അവിടെ തൃത്വം വെളിപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഈ തൃത്വ ദൈവത്തിലൂടെ നാം മുമ്പോട്ട് പോയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ മാതാവിന്റെ ചിത്രം പഠിച്ചുകൊണ്ടേ ഇരുന്നത്. ആ മാതാവ് നമ്മളോട് ഇന്ന് വ്യക്തമായി ഓരോ വ്യക്തികൾക്കും വേണ്ടി എന്ത് സംസാരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് പാടിയ പാട്ടുണ്ട്. ദൈവജനനി ധന്യേ കന്യകയെ പരിമളധൂവത്തോടൊന്നിച്ചെന്നും നിന്നോർമ്മ അമ്മേ നിന്നുടെ പാടിയതല്ലേ ഇന്നലെ നമ്മൾ പ്രഭാതത്തിൽ പാടിയതാണ്. ഈ പാട്ട് പ്രഭാതത്തിൽ പാടി നമുക്ക് ലോകത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ എന്ത് ആയിത്തീരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. എന്നാൽ ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് അമ്മ ഓരോ ദിനവും ഇടപെടുന്നത് എന്നുള്ളത് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് നൽകിയതിനു ശേഷം ലിറ്ററലി ഫിസിക്കലി കല്ലടാവിൽ യേശുവിനെ പ്രസവിക്കുന്ന മാതാവ് തുടർന്ന് യേശുവിനോടുള്ള ഒപ്പമുള്ള ജീവിതത്തിൽ നാം കാണുന്ന പ്രധാന 2 ഭാഗങ്ങൾ ഞാൻ ആദ്യമേ പറയും. അവസാനത്തിലുള്ള 2 ഭാഗവും പറഞ്ഞ് അതെങ്ങനെ നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്നു എന്നാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുവരാം. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ ദേവാലയത്തിൽ അവൻ ഉപദേഷ്ടാക്കളുടെ മധ്യയിൽ ഇരുന്നുകൊണ്ട് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്തതായി അവനെ കണ്ടെത്തി. അവനെ കേട്ടുകൊണ്ടിരുന്നവർ അവന്റെ വിജ്ഞാനത്തിലും വചനങ്ങളിലും അത്ഭുതപ്പെട്ടിരുന്നു. യേശു ക്രിസ്തു ദേവാലയത്തിൽ പെരുന്നാളിന് ചെന്ന ഭാഗമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ മാതാവിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനവും അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ നടന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഈജിപ്തിലേക്ക് പോയി തിരികെ വന്നു. ഇപ്പോൾ താൻ നസറേത്തിൽ ജീവിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു നാൾ ദേവാലയത്തിൽ ചൊല്ലുകയും ആ ദേവാലയത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗത്തിൽ ദേവാലയത്തിൽ ഇനി എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ഉപദേഷ്ടാക്കന്മാരോടുകൂടെ അവരോട് ചോദിക്കുന്നു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നതിന് ശേഷം 46-ാം വാക്യം 47-ാം വാക്യം അമ്മ അവനോട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. Why did you do this to us? ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം എന്താണ്? എന്തോ ഈ പറഞ്ഞ ഭാഗത്തിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് അറിയാമല്ലോ അല്ലേ? എന്താണ്? എന്തോ പെരുന്നാൾ കഴിഞ്ഞു തിരിച്ചു പോയപ്പോൾ ആര് കൂടെ ഉണ്ടായിരുന്നില്ല? യേശു കൂടെ ഉണ്ടായിരുന്നില്ല. യേശു കൂടെ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു?
കൂട്ടത്തില് എന്തോ യേശുവിനെ മറന്നുപോയി. അങ്ങനെ മറന്നുപോയിട്ടുണ്ടോ? നമുക്ക് രണ്ട് ടൈപ്പിലുള്ള വാക്കുകളുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി കോൺഫിഡൻസ് ഉണ്ടല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നടന്നു പോരുമെന്ന എല്ലാ മാതാപിതാക്കളുടെയും ഒരു കോൺഫിഡൻസ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടന്നു പോകുമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും പിതാക്കോ മാതാവോ ഉണ്ടോ? അതുകൊണ്ട് എല്ലാവരുടെ ആഗ്രഹം പക്ഷെ ചില സമയത്ത് നമുക്ക് എന്താ ഓവർ കോൺഫിഡൻസ്? ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആള് കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഒന്നുകൂടെ നമ്മൾ നോക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല. പോകുന്ന യാത്രയ്ക്ക് മുമ്പ് നമ്മൾ കൂടെ ആളുണ്ടോ എന്ന് നോക്കാറില്ല. അതിന്റെ കാരണം എന്താണ്? എന്താണ് കാരണം? നമ്മൾ നോക്കാതിരിക്കുന്ന ഒരു കാരണം എന്താണ്? വി ആർ പ്രീഒക്കുപൈഡ് വിത്ത് സോ മെനി തിങ്സ്. നമുക്ക് എത്ര കാര്യങ്ങളുള്ളത്? നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ? നമ്മുടെ കാര്യം, ജോലി, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. നമ്മളില്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളില്ലെങ്കിൽ ഇനി മുമ്പോട്ട് കാര്യങ്ങൾ പോകില്ല എന്ന്? ഇല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇനി മുമ്പോട്ട് ഞാനില്ലാതെ പോകില്ല. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും വീട്ടിൽ വെച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാനാണ് ഇതിന്റെ മുമ്പോട്ട് പോകുന്നത്. ഞാനില്ലാതെ വന്ന് ഇവൾ എന്ത് ചെയ്യും? ഈ ഞാനില്ലാതെ വന്ന് അച്ചായൻ എന്നാ ചെയ്യും എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഇല്ലാതെ വന്ന് നോക്കണം, അപ്പൊ അറിയാം. അപ്പൊ അങ്ങനെ അച്ഛൻ പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ ഏറ്റവും വലിയൊരു അത്ഭുതം നടത്താൻ പോവാണ്. എന്താണ്? ഞാൻ രോഗികളെ സൗഖ്യമാക്കുന്നത് വരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, മരിച്ചവരെ ഉയർപ്പിക്കാൻ പോവാണ്. ഞായറാഴ്ച വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ പോവാണ്. അതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ വരണം. ആ ദിവസമാണ് ദേവാലയത്തിലെ നാട്ടിലെ എല്ലാ ആളുകളും ഉയർപ്പിക്കാൻ വേണ്ടി. നമ്മുടെ എല്ലാവരും ഉയർത്തി വരാൻ പോലെ. അങ്ങനെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് മരിച്ചവരെ ഉയർപ്പിക്കാൻ വേണ്ടി അച്ഛനിങ്ങനെ കറുപ്പാക്കിയിട്ട് നേരെ സെമിത്തേരിയിലേക്ക് പ്രാർത്ഥന തുടങ്ങാൻ പോവാണ്. പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ഓരോരുത്തരെ ഉയർപ്പിക്കാനായിട്ട് ആദ്യത്തെ കല്ലറയുടെ അടുത്ത് എന്നിട്ട് കുരിശുയർത്തി ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് കാലേ വന്നൊരാൾ വെച്ചാൽ ദയവായിട്ട് ദൈവത്തെ ഈ പുള്ളിയെ ഉയർപ്പിക്കരുത്. കാരണം എന്നാ? ഉയർത്തു പോയാൽ നമുക്കറിയാം നമ്മളൊന്നും ഇല്ലെങ്കിൽ ഈ ലോകം മുമ്പോട്ട് പോകും. നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾ നേരെയാവും. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പോകുമ്പോൾ ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? മരിച്ച ഭവനത്തിലേക്ക് പോവുകയും വിലാപ ഭവനത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ എന്താ വിളിച്ചെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആകെ ആഗ്രഹിക്കേണ്ട എത്രയേ ഉള്ളൂ, ആ ശവ സംസ്കാരത്തിന് എന്ന ശവപ്പെട്ടി കിടക്കുന്ന ശവം അവിടെ കാണുമ്പോൾ നമ്മളാണ് അവിടെ കിടക്കുന്നത് എന്നുള്ള ഒരു പിക്ചർ കിടക്കും. എന്നിട്ട് ഈ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരയുകയാണെന്ന് ചിന്തിച്ചാൽ, ഇപ്പോ ഈ അടുത്ത കാലത്ത് ആളുകൾ പറയുന്നത് ഏറ്റവും നാണം കെട്ട ഒരു പരിപാടി ഈ കാലഘട്ടത്തിൽ മരണമാണ്. 3 ദിവസം, അതിനപ്പുറം ഒന്നും ഇതിനൊരു പിടിയില്ല. നമ്മളൊക്കെ വിചാരിക്കും എന്താ സംഭവം അല്ലേ? അങ്ങനെ നമ്മളൊക്കെ പ്രീ ഒക്കുപ്പൈഡാണ്. നമ്മളിങ്ങനെ പ്രീ ഒക്കുപ്പൈഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വി ഹാവ് എ കോൺഫിഡൻസ് നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവസാനം മനസ്സിലാകും നമ്മുടെ കൂടെ ആളില്ല. പുറമോട്ട് നോക്കുമ്പോൾ, പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വിളി നമ്മളോട് മാത്രമാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക കേട്ടോ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞു പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. ദൈവം നമ്മളെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും അത് ഞാൻ പറയാം. ഒരിക്കലും യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ആദ്യത്തെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് പിന്നെയും അവർ വീട്ടിലുള്ളതായ സഹോദരനെ കല്യാണം കഴിച്ചു. 1-ാമനെ കല്യാണം കഴിച്ചു, 2-ാമനെ കല്യാണം കഴിച്ചു, അങ്ങനെ 7 പേരെ കല്യാണം കഴിച്ചു. ഇവൾ ഉദ്ധാനം ചെയ്ത് അത് ചെല്ലുമ്പോൾ ഇവൾ ആരുടെ ഭർത്താവായിരിക്കും?
ആരുടെയാ? അപ്പൊ കർത്താവ് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോ ഭർത്താവും ഇല്ല, ഭാര്യയോ. നമ്മളൊക്കെ എന്താ ഇങ്ങനെ പ്രതീക്ഷയോടിരിക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് സ്വർഗത്തിലെ കല്യാണം. സ്വർഗത്തിൽ ഇതിനുള്ള പരിപാടി ചില മതങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അവിടെ ഒത്തിരി ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകും, ഒത്തിരി ആളുകളെ കിട്ടുമെന്നൊക്കെ. പക്ഷെങ്കിൽ സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ നമ്മെ ഓരോരുത്തരെയും നാം വിളിച്ചിരിക്കുന്നത്. എന്നോടാണ് ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ ടാസ്ക് ഹിയർ? ഡിഡ് ഐ ഡു മൈ ടാസ്ക്? പിന്നെ എന്തിനാണ് ഈ വിവാഹം എന്ന് പറയുന്ന ബന്ധത്തിലൂടെ നമ്മളെ ഒരുമിച്ചാക്കിയിരിക്കുന്നത്? വിവാഹം എന്ന ബന്ധത്തിലൂടെ ഒരുമിച്ചാക്കിയിരിക്കുന്നത് നമുക്ക് പറയാൻ ആദ്യമേ അറിയാമല്ലോ. ആദമിനെയും ഹവ്വയും ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർ ഒരുമിച്ചിരിക്കുന്നത് നല്ലതെന്ന് ദൈവം കണ്ടു. എവിടെ ഇരിക്കുന്നത്? പർദീസയിൽ എന്ന് പറഞ്ഞാൽ അവരെ നിയോഗിച്ച സ്ഥലത്ത് അവർ നന്നായിരിക്കണമെന്നൊക്കെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കാരണം ഈ ലോകത്തിൽ തുടർന്നുള്ള ജീവിതം, ഈ ലോകത്തിൽ ജീവനെ നിലനിർത്തുവാനുള്ളത് അവരിലൂടെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിന്റെ കണ്ടിന്യൂവേഷന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് ദൈവത്തിന്. നമ്മളെ ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിട്ടുണ്ട് ഈ ലോകം തുടർന്ന് മുമ്പോട്ട് പോകുവാൻ. എന്നാൽ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുന്ന പ്രാധാന്യം അവിടെ കൊടുക്കുന്നത്. നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നാം പുറമോട്ട് നോക്കുമ്പോൾ ഒത്തിരി പേര് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ പിശകായ ചിന്തകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് മാതാവ് ആകെ പ്രയാസത്തിലിരിക്കുകയാണ്. കാരണം 3 ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായി ആരും കൂടില്ല, മകൻ കൂടെയില്ല, തിരിച്ചു പോയി. എല്ലാവരും അങ്ങനെയാണ്, ഓടിപ്പോകാറുണ്ട്. We try to search, we try to get back, we try to be part of what we have lost in our life. But reaching over there in the church they found, and what was the very first response? ഇങ്ങനത്തെ പണി. ഇതൊക്കെ സാധാരണ നമ്മൾ പറയുന്നത് എഴുതി അധ്യായ സുവിശേഷത്തിന്റെ ഒരു നല്ല രീതിയിൽ എങ്ങനെ എഴുതി വെച്ചേക്കാണ്. സാധാരണ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഈ പണി എന്നോട് കാണിക്കരുത്. So every complaint that happens in our lives or anything that goes wrong in us, we put a complaint to the person before us. ഇവിടെയാണ് എന്തായിരുന്നു ഈ ഭാഗത്ത് ദൈവത്തിന്റെ പദ്ധതി എന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവിത സാഹചര്യങ്ങളിലും ചില പദ്ധതികൾ ദൈവത്തിനുണ്ടാകും. ആ പദ്ധതി ഇവിടെ ദൈവം നമുക്ക് തുറന്നു കാട്ടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഞാൻ ഫാമിലി കോൺഫറൻസിൽ വന്നപ്പോൾ നിങ്ങൾ പല ആളുകളും ഇവിടെ ഇരിക്കുന്നവരുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ വരേണ്ടുന്നതിനേക്കാട്ടിൽ ഏതാണ്ട് 2 ദിവസം താമസിച്ചാണ് ഞാൻ വന്നത്. എൻ്റെ കയ്യിലുള്ളതായ യാതൊന്നും എനിക്കില്ലാതെ ഞാൻ അവിടെ വന്നു. ഫിലിപ്പീൻ എയർലൈൻസിനാണ് ഞാൻ മെൽബണിൽ നിന്ന് മനിലയിൽ വരണം, മനിലയിൽ നിന്ന് ന്യൂയോർക്ക് വരണം, ന്യൂയോർക്കിൽ നിന്ന് ഞാൻ അന്നത്തെ കോൺഫറൻസ് സ്ഥലത്തേക്കാണ് വരേണ്ടത്. എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഒരിടത്തേക്ക് ഒരു പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ പോകുന്ന അന്ന് മുതൽ, അല്ലെങ്കിൽ ചിന്തിക്കുന്ന അന്ന് മുതൽ എന്നാണ് നമ്മൾ യാത്ര സെറ്റ് ചെയ്യുന്നത്, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ യാത്രയെ ഓർക്കാറുണ്ട്, ആ യാത്രയുടെ റൂട്ടിനെ ഓർക്കാറുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നപ്പോൾ ഞാൻ മെൽബണിൽ നിന്നുള്ള ഫ്ലൈറ്റ് 8 hours ലേറ്റായി. അതുകൊണ്ട് തന്നെ എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയില്ല. മനിലയിൽ ഒരു ദിവസം താമസിക്കേണ്ടത്. അപ്പൊ ഞാൻ പിന്നീട് ചിന്തിക്കുകയാണ്, ഇത്രയും പ്രയാസത്തിന്റെ ആവശ്യം എന്തായിരുന്നു? അറിയില്ല. പിന്നെ നിങ്ങളിൽ പലർക്കും അച്ഛനൊക്കെ അറിയാം, ഞാൻ അവിടെ വന്നത് നിങ്ങൾ അതിനെ എന്നാ പറയുന്ന കുറെ കൂടെ നർമ്മീകരിച്ചു പറഞ്ഞു. അച്ഛൻ അവിടെ തുണിയില്ലാതെ വന്നത്. സത്യത്തിന് തുണിയില്ലാതെ വന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ തുണി ഒന്നും കിട്ടിയില്ല, ഒരു പെട്ടി കിട്ടിയില്ല. അപ്പൊ കറുത്തപ്പായാലും തന്നു, തൊപ്പിയാലും തന്നു ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് അത് കിട്ടിയില്ല. എന്താണെങ്കിലും ഒരുപാട് കഷ്ടപ്പാട്. അവിടെ നിന്ന് ഞാൻ ലോസ് ആഞ്ചലസിൽ നിന്ന് ന്യൂയോർക്കിൽ വന്നു. അവിടെ പ്രസാദിലാണ് എന്നെ വന്ന് പിക്ക് ചെയ്തത്. അവിടുന്ന് ഞാൻ അവിടെ ചേച്ചിയുടെ അവിടെ ന്യൂജേഴ്സിയിൽ വന്നു. അവിടുന്ന് പിറ്റേ ദിവസം നവീന്റെ കൂടെ അവിടെ ഇത്ര യാത്ര, ഭയങ്കര യാത്ര. ഞാൻ
അന്നൊക്കെ ചിന്തിച്ചു വാട്ട് ഈസ് ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ ആദ്യം പറയുന്നത് എവിടോ പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഐ ന്യൂ ദർ വാസ് സംതിങ് ഡിഫറെന്റ് ഗോയിങ് ഓൺ. ബട്ട് ഐ വാണ്ടഡ് ടു നോ വാട്ട് ഇറ്റ് ഈസ്. ഐ വെയിറ്റഡ്, കംപ്ലീറ്റ്ലി ഐ വെയിറ്റഡ്. ഇതിനിടയിൽ ഒരു ചെറിയ സംഭവം നടന്നിട്ടുണ്ട്. അതെന്താണ്? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മനലയിൽ വന്നു. മനലയിൽ വന്ന് ഞങ്ങൾ ഇങ്ങനെ കൗണ്ടറിൽ നിൽക്കുകയാണ് ഫിലിപ്പീൻ എയർലൈൻസിന്. ഇവരുടെ അടുപ്പുറത്ത് ഇപ്പുറത്ത് ഞങ്ങൾ 5 പേർ മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. ബാക്കിയെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനാണ്. ഞങ്ങളോട് 2 ഓപ്ഷൻസ് ചോദിച്ചു. ഓപ്ഷൻ നമ്പർ 1, പിറ്റേ ദിവസം കൊറിയ വഴി ഇവിടേക്ക് വരാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ലോസ് ആഞ്ചൽസ് വഴി ഇവിടെ വരാം. ഏതെടുക്കും? ഞങ്ങൾ 2 പേർ ഓപ്റ്റ് ചെയ്തത് ലോസ് ആഞ്ചൽസ് വഴി ഇവിടെ വരാം. ബാക്കി 3 പേര് കൊറിയ വഴി പോകാനായിട്ട്. എനിക്ക് പക്ഷേ സത്യത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊറിയ വഴി പോകാൻ. പക്ഷെ ഇവിടെ വന്ന് കൊറിയ വഴി പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രയാസമാകുമല്ലോ. അതുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എൻ്റെ കൂടെ പോകുന്ന ഞങ്ങൾ ചൂസ് ചെയ്ത ആള്, അവരുടെ പേര് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഷീ മസ്റ്റ് ബി അറൌണ്ട് 56 or 57. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു സംസാരിച്ചു. ഹായ് ക്രിസ്റ്റീന, ഹൗ ആർ യു? ഓ യു ആർ ഫ്രം ദർ? യാ. ഞാൻ നിങ്ങളിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഷീ ഈസ് എ പ്രൊഫസർ ഓഫ് വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ദർ, ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി. വെരി ഗുഡ്. പിന്നെ എളുപ്പമായി. ഞാൻ പറഞ്ഞു ഐ എം ഓൾസോ ടീച്ചിങ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ഡിവിനിറ്റി. വെരി ഗുഡ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഞങ്ങൾക്ക് അവിടെ ഹോട്ടലിൽ നിന്നും അവരൊരു വിങ്ങിൽ പോയി, ഞാൻ വേറൊരു വിങ്ങിൽ പോയി. ഞങ്ങൾ ഭക്ഷണ സമയത്ത് ഒരുമിച്ച് കാണുന്നു. ഇങ്ങോട്ട് വരുവാനുള്ള ഫ്ലൈറ്റ് സമയത്ത് ഞങ്ങൾ പിന്നെയും കൗണ്ടറിൽ വന്നു. അതിനുശേഷം ഗേറ്റിൽ വരുന്നു. ഗേറ്റിൽ വന്ന് ഏതാണ്ട് 3-4 മണിക്കൂറുണ്ട്. ഇവർ ഷീസ് അഗെയിൻ ടയർഡ് ആൻഡ് ഷീ ടോൾഡ് മീ, ഫാദർ ജേക്കബ്, ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് റെസ്റ്റ് ഹിയർ. Anyway, you are sitting there. Please watch over my luggage. It's a small luggage. Carry luggage. അപ്പോൾ ഞങ്ങളിങ്ങനെ അത്ര ഫ്രണ്ട്സായി. പിന്നെ ഫ്ലൈറ്റിൽ വന്നു. പിന്നെ ഞങ്ങൾ തിയോളജിയായി, അവർ സോഷ്യൽ സയൻസ് ആണ് പഠിപ്പിക്കുന്നത്. സോഷ്യൽ സയൻസായി അമേരിക്ക. രണ്ട് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് കിട്ടിയാൽ പിന്നെ കിട്ടുന്ന സംസാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ 2 പേരും 2 സ്ഥലത്ത് പോയി. പിന്നെ ഇടയ്ക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഒക്കെ. ഞാൻ തിരികെ അവിടെ ചെന്നിട്ട് നടന്ന സംഭവമാണ് ഏറ്റവും രസകരമായ സംഭവം. ഞാൻ പോരുന്നതിന് മുമ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈഫ് അദ്ദേഹത്തിന്റെ റിസർച്ചിന് PhDക്ക് വേണ്ടി മെൽബണിലുള്ളതായ 4 യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്തു. ഞാൻ അവിടെ തിരികെ ചെന്ന് 1 മാസം കഴിഞ്ഞിട്ട് ഈ ക്രിസ്റ്റീൻ എനിക്കൊരു ടെക്സ്റ്റ് ഇടുകയാണ്. ഫാദർ ജേക്കബ്, ഡു യു നോ, is it your, Jacob is your surname or your given name? I said my surname, so my given name. Do you know any Deepa Jacob with a name? I've got an application. She stands first in our university and she's going to get a federal scholarship for her PhD. Is it a Malayalam? She's asking about my wife. And tell me, how did God plan this? And coming to that exactly same department and exactly the same person, and she chooses this candidate for a scholarship, federal scholarship for 6 years. I would have never had a chance for her to go for a PhD program unless she would have got that federal scholarship. So imagine how we are jumping into conclusion of sometimes. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യും? There can have a God's plan behind it. Believe me, everything when it goes in your life, ask God what is the plan. 2-ാമത്തെ അധ്യായം 49-ാം എന്തിനാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്? നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ എന്റെ പിതാവിനെ വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതായ ഞാൻ നിങ്ങൾ പിതാവിനെ വെളിപ്പെടുത്തുവാനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? Every action, every aspect of our life will have something hidden. A mystery is there in everyone's life, but that mystery must reach up to God. And you and I have ups and downs in our lives. It is for sure. We lose sometimes. We lose something in our lives. We get something. We gain something. But in every aspect of our life, you must search what is God's plan to be revealed there. Because God wants to reveal Himself to the world
through you, through me, but be obedient. അതുകൊണ്ടാണ് നൈസിയയിലെ ഗ്രിഗറി ഈ ഭാഗത്ത് ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തന്റെ ഭൂമിയിലെ ജീവിതം തനിക്ക് മാതാവായും പിതാവുമാക്കി തീർക്കുന്ന അനേകരിലൂടെ വെളിപ്പെടുവാനായി. ഗ്രിഗറി ഓഫ് നൈസിയ നന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത്. തന്റെ ഈ ഭൂമിയിലെ ജീവിതം, തന്റെ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം തനിക്ക് മാതാവും പിതാക്കളുമായിരിക്കുന്നവരിലൂടെ വെളിപ്പെടുവാൻ. ഇപ്പൊ ചില നഷ്ടങ്ങൾ എന്ന് പറയുന്നത് അതിന് പിന്നിലുള്ളതായ ദൈവിക പദ്ധതിയെ നാം കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് മാതാവ് പ്രതിസന്ധിയോടുകൂടെ, പ്രയാസത്തോടുകൂടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന അവളുടെ വേദന, ആ വേദനയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്ന ഒളിഞ്ഞു കിടന്ന സത്യം എന്ന് പറയുന്നത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ നാം മുഖാന്തരം ലോകത്തിലേക്ക് വെളിപ്പെടുത്തേണ്ടതായ സാന്നിധ്യത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഒന്ന്, ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ എന്ത് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞു. മാതാവ് പറഞ്ഞ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത് പറഞ്ഞത് ക്രിസ്തുവിനോട് തന്നെയാണ്, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. എന്നാൽ പരസ്യ ശുശ്രൂഷയാകുമ്പോഴേക്കും മാതാവ് തന്റെ മകൻ ലോകത്തിന് ദൈവമായി തന്നെ ഓരോ കാര്യങ്ങളിലും വെളിപ്പെടും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തനിക്ക് ഉണ്ടായിരുന്ന, കൂടെ ഉണ്ടായിരുന്നവരെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ശ്രദ്ധിച്ചുകൊള്ളണം, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. നമ്മൾ എന്താണ് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടത്? അമ്മ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ നാം നമ്മുടെ സംഭാഷണത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് എന്താണ്? എന്തെങ്കിലും അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രകാരം നിങ്ങൾ ചെയ്യും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, അതായിരുന്നു മാത്രം. എന്താണ് അതിനൊരു കാരണം? പരസ്യ ശുശ്രൂഷയുടെ സമയം അമ്മയ്ക്കറിയാമോ? കല്യാണത്തിന് പോയി, കല്യാണത്തിന് നമ്മളെല്ലാവരോടും നമ്മളെ ഒരു വിവാഹത്തിന് വിളിക്കുന്നു, മകന്റെ കൂട്ടുകാരെയും വിളിച്ചു. അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞു, അപ്പോഴേക്കും യൗസേപ്പ് ഉണ്ടായി എന്ന് നമുക്ക് കാണില്ല. കാരണം യൗസേപ്പ് ഉണ്ടായിരുന്നെങ്കിൽ യൗസേപ്പ് കൂടെ ഉണ്ടായിരുന്നിരിക്കാം. യൗസേപ്പ് ആ സമയമായപ്പോഴേക്കും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. തന്റെ പരസ്യ ശുശ്രൂഷ 30-ാമത്തെ വയസ്സിൽ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് കൂടെ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ ഈ വിളിച്ച ചർച്ചക്കാരോട് പറഞ്ഞു, അവൻ വരണമെങ്കിൽ ആരെ കൂടെ വിളിക്കണം? അവന്റെ കൂട്ടുകാരെ കൂടെ വിളിക്കണം. അപ്പൊ നമുക്കൊരു പ്രയാസമുണ്ട് എപ്പോഴും. അതെന്താ? നമ്മുടെ കൊച്ച്, നമ്മളിപ്പോ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിനോട് നമ്മൾ പറയും, എടാ നീ വരികയാണെങ്കിൽ നിനക്ക് എന്തിനെയോ വല്ലവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല ആവശ്യം. ഏറ്റവും നമ്മൾ കാണുന്ന ഒരു പ്രയാസം, നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ഒരു കൊഹോട്ട് ഉണ്ടാകും. നമ്മുടെ സ്കൂളിൽ ആ കൊഹോട്ട് എന്ന് പറയണമെങ്കിലും അവരുടെ ഒരു കൂട്ടം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഒറ്റയായിട്ടാണ് കാണുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പ് ഈ ഭൂമിയിലുണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് പോവാം, പിന്നെ എന്റെ എക്സിസ്റ്റൻസിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് മിസ്റ്ററി ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. ഈ മിസ്റ്ററി ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ at the same time I'm individual, but at the same time I'm collective. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കളക്റ്റീവ്നെസ്സിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ.
നമ്മളിങ്ങനെ ഒരുപാടുണ്ടെന്ന് തോന്നുകയാണ്. അതെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഞാൻ ഇന്ന് രാവിലെ പ്രസംഗത്തിൽ പറയുണ്ടായി, രാവിലത്തെ പ്രസംഗം ഉണ്ടായിരുന്നു, ഇപ്പൊ പറയുണ്ടായി, നമ്മളിങ്ങനെ പുറമോട്ട് ചിന്തിച്ചു പോയാൽ എവിടെ വരെ ചെല്ലും? ആര് ചെന്ന് നിൽക്കും? ആദമിലും ഹവ്വയിലും ചെന്ന് നിൽക്കും. ഇപ്പൊ ഈ ആദമിലും ഹവ്വയിലും ചെന്ന് നിൽക്കും എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്താൽ, ഇന്നത്തെ സയൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത ഒത്തിരി പ്രതിസന്ധിയാണ്. I mean, people won't believe that, the science and technology can bring you more information. It is true. മനുഷ്യനുണ്ടായിട്ട് എത്ര നാളെന്നാ പറയുന്നത്? ഇപ്പോ എത്ര മില്യൻസ് ആയിട്ടുണ്ട്. നമ്മുടെ ആദ്യ പിതാവ് ആരായിരുന്നു? ആദാമായിരുന്നു. മില്യൻസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് ഉണ്ടായത്. ഈ രണ്ട് സാധനം പറയുന്നത് കുരങ്ങനല്ല. ശരി, അതെത്തും എന്തുകൊണ്ടാണ് മനസ്സിലായത് കുരങ്ങനാണെന്ന്? അല്ല, എന്നാലും അത് നമ്മൾ ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കണമല്ലോ. കൊച്ചു വീട്ടിൽ വന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനായ പയ്യൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു സംശയം. എന്താണ് ആ സംശയം എന്ന് പറയുന്നത്? സ്കൂളിൽ ചെല്ലുമ്പോൾ പറയുന്നു കുരങ്ങനാണ്, പള്ളി ചെല്ലുമ്പോൾ പറയും ആദമ. ഇതിലേതാ ശരി? ശരി? ആകെ പറഞ്ഞു നോക്കി. അപ്പൻ പറഞ്ഞു, മോനെ ഏതാ, ഞാൻ നോക്കാം, ഞാൻ ഒന്നുകൊണ്ട് ചിന്തിച്ചു നോക്കാം. നമുക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഏതാ ശരി? അതിന്റെ എനിക്ക് ആകെ ഒരു സംശയമുള്ളൂ മോനെ, ഇപ്പോ ആദാം കുരങ്ങനായിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കൊച്ചു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അപ്പൊ ഇനി എന്നാ ഒരു പ്രശ്നം? അപ്പൊ പിന്നെ കൊച്ചിനോട് പറഞ്ഞു, മോനെ ഒറ്റ വഴിയേ ഉള്ളൂ, നീ തന്നെ എന്ത് ചിന്തിക്കുക. അപ്പം പറഞ്ഞു അല്ല, മകൻ പറഞ്ഞു, വേണ്ട, അത് വേണ്ട, എന്റെ ആവശ്യമില്ല. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് ചോദിക്കാം. വളരെ എളുപ്പമായി. അപ്പൊ പറഞ്ഞു, അഥവാ ആദ്യത്തെ പാർട്ടി നരകത്തിലാണേലോ? അപ്പൊ മോൻ പറയും, എന്താ പിന്നെ അപ്പൻ ചോദിച്ചാൽ മതി. കാരണം മോന് കൃത്യമായിട്ട് മനസ്സിലായി, കുറെ നാളായിട്ട് ഈ അപ്പൻ്റെ കൂടെയുള്ള സഹവാസത്തിൽ അപ്പൻ ഇത് കുരങ്ങനാണോ എല്ലാം പഠിപ്പിക്കും. പക്ഷെ ചോദിച്ച ഉത്തരം പറയാൻ ആർക്കറിയില്ല. ഞാൻ ഇന്ന് ആരോടും കൂടെ കാറിൽ പോയപ്പോഴാണോ, ഞങ്ങൾ ജയിക്കുകയും ഞാനും നമ്മുടെ ജസ്റ്റിനൂടെ പോയപ്പോൾ പറഞ്ഞു, ഇപ്പോഴത്തെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്തെല്ലാം ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിക്കും. ഈ കുഞ്ഞുങ്ങൾ ചോദ്യം ചോദിച്ച് അറിയത്തില്ലെങ്കിൽ നമ്മളെന്താ പറയും? അടങ്ങിയില്ല. അവനിങ്ങനെ ചോദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് വരുന്നത്. എങ്ങനെയെങ്കിലും ഇത്, കാരണം പള്ളി പറയുന്നു അത് നമ്മൾ യാതൊരു മാച്ചും ഇല്ല, നോ മാച്ച്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ജീവനങ്ങളിലേക്ക് തിരിച്ചു പോയാൽ, ഞാൻ ഇന്നലെ പറയുണ്ടായി, ഇന്ന് പുതിയ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. സത്യത്തിന് ഈ പരിണാമ സിദ്ധാന്തത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ഡാർവിൻ ഒരു ഐഡന്റിറ്റി ചെന്നു. നിങ്ങൾക്ക് കഥയൊക്കെ അറിയാമെന്ന് ചോദിച്ചു. നിങ്ങളല്ലെങ്കിൽ ഈ ബയോളജിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഐഡന്റിറ്റി ചെന്നപ്പോ ഒരു പക്ഷി ഒരു രീതിയിൽ ഇരിക്കുന്നു, മറ്റൊരു പക്ഷി അതിന്റെ സ്കെൽറ്റൻ വേറൊരു രീതിയിൽ ഇരിക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് പ്രശ്നമായത്. പക്ഷെ അതിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ ബുക്ക് നിങ്ങൾ വായിക്കണം, പരിണാമം. ഈ പരിണാമത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണെങ്കിലും ഈ തിയറി അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഭാഗം കാണത്തില്ല, മേളത്തെ മാത്രം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകും. ഞാൻ അതിനെ ഖണ്ഡിക്കാനായിട്ട് പോവുകയൊന്നുമല്ല. ഇതെന്നെ കേൾക്കുന്ന ഒരാൾ, ഓൺലൈനിൽ കേൾക്കുന്നവർ, ഈ ഇദ്ദേഹം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ ചിന്തിക്കാൻ. ബട്ട് ഐ എം വെരി മച്ച് അവെയർ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദ സയൻസ്. Science is unable to prove many things today. It's only 4.5% of knowledge that we acquired so far. നിങ്ങൾക്കറിയാൻ പറ്റും, നമുക്ക് ഇന്നറിയാവുന്ന എല്ലാ നോളജും കൂടെ പുട്ട് ടുഗെദർ, നമ്മൾ ഈ പ്രപഞ്ചത്തെ പറ്റി ഇതുവരെ പഠിച്ചിട്ടുള്ള, നമ്മൾ പോയിട്ടുള്ള എല്ലാ കണ്ടിട്ടുള്ള എല്ലാ സൗരയൂഥങ്ങളും കൂടെ പഠിച്ചാലും ഇതുവരെയുള്ള സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത്, സയന്റിസ്റ്റ് പറയുന്നത്, നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി ഗൂഗിളിൽ, നമുക്ക് 4.5% നോളജേ ഉള്ളൂ. 95.5% of knowledge is yet to be known. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ഞാനും നിങ്ങളും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടാകണം. കാരണം ഒന്നിന്റെ അംശങ്ങളാണ്, അതിനെ പ്രതിധ്വനിക്കുന്നതാണ് നാം ഈ വിശുദ്ധ കുർബാനയ്ക്കായി ഇവിടെ വരുമ്പോൾ ഒരേ അപ്പത്തിന്റെയും ഒരു കപ്പിന്റെയും ഭാഗമായി മാറുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇത് ഭക്ഷിച്ച ശേഷം വ്യത്യസ്തരാകാനല്ല, ഒന്നായിരിക്കാനായിട്ടാണ്.
വ്യത്യസ്തത നമ്മളിൽ ഉണ്ടാകാം, പക്ഷെ നാം ഒന്നാണെന്നുള്ള ബോധ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിന്റെ ഓരോ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. വി ആർ ഡിഫറെന്റ് ബട്ട് വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. നമ്മളിൽ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുവാനായിട്ടാണ്. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ ആ ഭാഗം വിട്ടുകൊള്ളാം, കാരണം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അടുത്തതിലേക്ക് കടക്കണം. ഇവിടെ എന്റെ കയ്യിൽ ഒരു തിരി ഉണ്ടെന്ന് വിചാരിക്കാം. ആ തിരി ഞാൻ കത്തിച്ചു വെച്ചിരിക്കുന്നു. ഈ കത്തിച്ച തിരിയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ 100 പേരുണ്ട്, 100 പേരുടെ കയ്യിൽ ഓരോ തിരി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഈ കത്തിച്ച തിരിയിൽ നിന്ന് നിങ്ങൾ വെളിച്ചം എടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നമ്മൾ 100 പേരുണ്ട്, എത്ര തിരിയുണ്ട്? 100 കത്തിച്ച തിരികളുണ്ട്. എന്റെ ചോദ്യം, അത് ഒരു വെളിച്ചമാണോ അതോ 100 വെളിച്ചമാണോ? എന്റെ കയ്യിൽ നിന്ന് ഒറ്റ തിരിയുണ്ട്, ആ തിരിയിൽ നിന്ന് നിങ്ങൾ എടുത്തത് പോയി. എന്തോ അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ പറഞ്ഞത്രേ ഉള്ളൂ. ഫിലോസഫി ഒന്നുമല്ല. അത് കാണുന്നത് 100 വെളിച്ചമായിട്ടാണെങ്കിലും ആ 100 വെളിച്ചമാണ്, പക്ഷെ ഇത് ഒരേ വെളിച്ചത്തിന്റെ ഭാഗമാണ്. കാരണം ഈ വെളിച്ചത്തിൽ നിന്നാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വെളിച്ചം പ്രാധാന്യമാണെങ്കിലും അതേ സമയത്ത് തന്നെ ഇതിന്റെ ഒരു കണക്ഷൻ, ഈ കണക്ഷൻ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്നവര് കോഴിക്കോട്ട് നിന്നോ കോതമംഗലത്ത് നിന്നോ കോട്ടയത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ആയിരിക്കാം. പക്ഷെ ഇതിനുള്ളിലായി ആയിരിക്കുമ്പോൾ നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാണ്. there is no difference. ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയും. പക്ഷെ ഈ വ്യത്യാസമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ വീണ്ടും അടിവരയിട്ട് പറഞ്ഞു, നമ്മൾ ചില ഫിലോസഫിയിലൊക്കെ ഇങ്ങനെ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാറുണ്ട് ദ്വൈതം, രണ്ടില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നം എന്താണ്? നമ്മളത് പറയുന്നെങ്കിലും നമുക്ക് നാട്ടിലും ഇവിടെയൊക്കെ മേളിലുള്ളവരും താഴെയുള്ളവരും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് തത്വത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താണ്? എന്താണോ അവൻ കൽപ്പിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു കൊള്ളണം. ആരോടാ പറയുന്നേ? യേശു ക്രിസ്തുവിനോടാണ് പറയുന്നത്. പിന്നെ അവിടെയുള്ള പരിചാരകരോട്. തന്റെ ശിഷ്യന്മാർ എവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചിലർ പറയുന്നത് ശിഷ്യന്മാരോട് തന്നെയാണ് ഇത് പറഞ്ഞതെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പിതാക്കന്മാർ നൽകുന്നുണ്ട്. പക്ഷെ ഈ വ്യാഖ്യാനത്തിന്റെ ഒക്കെ പ്രാധാന്യം ഇത്ര മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കണം. മാത്രമല്ല, അവൻ നിന്നോട് പറയുന്നതല്ല, നിങ്ങളോട് പറയുന്നത്. ആ നിങ്ങളെന്നുള്ളതിന്റെ പ്രത്യേകത എന്താ? നമ്മളെല്ലാവരോടും ഒരുമിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ചില വചനങ്ങളുണ്ട്. ദൈവത്തിന് നമ്മൾ എല്ലാവരെയും പറ്റിയുള്ള ചില പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവിക സാന്നിധ്യം കൊണ്ട് ആയിരിക്കുന്ന സമൂഹം എപ്പോഴും സന്തോഷത്തിൽ, നന്മയിൽ, ആഹ്ലാദത്തിലായി തീരേണ്ടുന്നത് ആവശ്യമാണ്. ഒരാളുടെ ദുഃഖം എല്ലാവരുടെയും ദുഃഖമായി മാറുന്നു എന്നുള്ളതാണ്. ഒറ്റയൊരാളുടെ ദുഃഖം എല്ലാവരുടെയും ദുഃഖമായി മാറുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്കറിയില്ല അച്ഛാ, പള്ളിയിലൊക്കെ ചിലപ്പോൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകാം, നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരുപാട് പേർ പ്രതിസന്ധി ഉള്ളവരുണ്ടാകാം, പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ പള്ളിയിൽ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ്, അല്ലേ? ഇപ്പൊ ഞാൻ പറയാം, ഒരു പള്ളിയിൽ, ഇപ്പൊ ഈ പള്ളിയിൽ തന്നെ 50 പേരുണ്ട്. 4 പേര് വെച്ചുള്ള വീട്ടിൽ 20, 200 പേരുടെ കാര്യങ്ങൾ എങ്ങനെ നമ്മളെ തിരിച്ചറിയാൻ പറ്റും? ശരിയാണോ? വലിയ പ്രയാസമൊക്കെ അത്. ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടായത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, 500 പേരുടെ പേര് പോകട്ടെ, 200 പോകട്ടെ, നമ്മുടെ ഭവനത്തിലുള്ള, നമ്മളോട് കൂടെ നിൽക്കുന്ന ഭർത്താവിന്റെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? I'm just speaking to the parents, my dear brothers and sisters. I've been, for the past 25 years, I've been interacting with our children and youth across the world. You know, sometimes they feel very vulnerable in their life. Children sometimes feel that their parents are not the best people to be shared. For children, it is very hard to open up their minds and hearts.
If your children are not opening up their minds, it is not because they don't want, but there needs to have a feeling that must come with the knowledge that God is going to take care of everything, and in Him that we can open up anything in this world. അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തെ പറ്റി കർത്താവ് നിങ്ങളെന്നാണ് പറയുന്നത്, സഭയെ നിങ്ങളെന്നാണ് പറയുന്നത്, സമൂഹത്തിലുള്ള ഓരോരുത്തരും നിങ്ങൾ എന്നാണ് പറയുന്നത്. 2004-2005 എൻ്റെ ഓർമ്മ. ഏതോ ഒരു വർഷം ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ ഗ്രാമത്തിൽ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഒരു നാൾ ഞാൻ പെട്ടെന്ന് ഒരു വാർത്ത കേൾക്കുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു കുടുംബത്തിലെ 7 പേർ ഈ ലോകത്തിൽ നിന്ന് അവർ തന്നെ സ്വയമായി ജീവനെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൻ, അമ്മ, മകൻ, മരുമകൾ, 2 കുഞ്ഞുങ്ങൾ, 3 കുഞ്ഞുങ്ങൾ. സാമ്പത്തിക ക്ലേശമായി അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്നും ആ വഴി പോകുമ്പോൾ എനിക്ക് അവരെ എല്ലാം, എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഓർമ്മകൾ ഇങ്ങനെ കിടക്കുകയാണ്. 10-15 വർഷമായി ഈ വേദന കൊണ്ട് തെക്കിത്തിറങ്ങി. വേദന കൊണ്ട് ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പിറ്റേ പ്രാവശ്യം പോയപ്പോൾ ഞായറാഴ്ച കുർബാന സമയത്ത് പ്രസംഗിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, we killed 70. It was a controversy and many people disagreed that, but I still believe sometimes even without our knowledge we kill people. We say no, that is nothing to do with me. 2006 മുതൽ 8 വരെ ഞാൻ ഹ്യൂസ്റ്റണിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഇടുക്കിയിൽ ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ടെക്നോളജിയിൽ ഡയറക്ടറായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ 7-8 മൈലിൽ ഒരു കൊച്ചു പള്ളി, ആ പള്ളിയിൽ ശുശ്രൂഷിക്കുന്നത്. ഞായറാഴ്ച കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലേക്ക്, കോളേജിന്റെ കുറ്റടിയിലുള്ള ഓഫീസിലേക്ക് വരും. ഒരു ദിവസം രാവിലെ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഒരാൾ ഇങ്ങനെ എനിക്കതൊരു 6:30 കാണും. എൻ്റെ ഡോർ ഇങ്ങനെ മുട്ടിയിട്ട്, ചെറിയ മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ എക്സ് എന്ന് പറയുന്ന ആളാണ്. ഞാൻ ചോദിച്ചേട്ടൻ എന്ത് ഇത്ര രാവിലെ വന്നത്? ഞാൻ പറഞ്ഞു, ഈ രാവിലെ തന്നെ എങ്ങനെ വന്നു? വണ്ടി തുടങ്ങിയില്ലല്ലോ. എന്നോട് പറഞ്ഞ 8 മൈലിൽ നടന്നു വരികയാണ്, ഒരുപാട് ദൂരം നടന്നിങ്ങി വന്നു. എന്നോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചു എന്തിനാ ഇത്ര രാവിലെ വന്നേ? എന്നോട് പറയുകയാണ്, ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് 2008. അച്ഛൻ, ഞാൻ വന്നത് അച്ഛനോടൊരു ആവശ്യം പറയാനാണ്. എന്താണ്? എനിക്കൊരു 10 രൂപ കടം തരാമോ? വീസിങ്ങുള്ള മനുഷ്യനാണ്. തൻ്റെ മകൾ 8:30 സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെന്നിട്ട് സ്കൂളിലെ ഏതോ ഒരു കാര്യത്തിന് 10 രൂപ കൊടുക്കാനോട് കയ്യില്ല. എന്നിട്ട് തിരിച്ചു വന്ന് ചോദിച്ചാണ്, അച്ഛാ 10 രൂപ കടം തരാമോ? അപ്പൊ നാം ചിന്തിക്കുന്നത് നമ്മുടെ ജോലിയല്ലോ. This is nothing to do with me. Nobody came to me. Why should I do that? അപ്പൊ അവിടെയാണ് 10 കൽപ്പനകൾ നമ്മൾ മറന്നു പോകുന്ന ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിലൂടെ വരുന്നത്. ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചു, എങ്ങനെയാ നിന്നോട് കൂടെ ഒന്ന് ഇരിക്കുന്നത്? നീ പറയുന്നത് കേൾക്കുന്നത് എങ്ങനെ പറ്റും? എന്ന് വെച്ചാൽ, നീ പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞല്ലോ, അവൻ പറയുന്നത് എല്ലാം ചെയ്യണമെന്ന്. നീ പറയുന്നതാണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാകും? ഹൗ ഡു ഐ നോ? അങ്ങനെ ഒരു പയ്യൻ, അതായത് ഒരു യുവാവ് എന്ന് കർത്താവിനോട് ചോദ്യം ചോദിച്ചു. കർത്താവ്, ഇത് എങ്ങനെയാ മനസ്സിലാവുന്നത്? കർത്താവ് നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ അതിൽ 10 കാര്യങ്ങളുണ്ട്. കർത്താവ് 10 കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, എന്നാൽ എനിക്ക് അതിനകത്ത് ഒരു 10 കൽപ്പന കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25, നിങ്ങൾക്ക് അത് നോക്കണ്ട, നമുക്കറിയാവുന്ന ഒരു കഥയാണ്. 10-ാം അധ്യായത്തിന്റെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 25 മുതൽ 37 വരെ ഞാൻ പറയാം. ഇപ്പോൾ എവിടെ മുതൽ വായിക്കണം? അപ്പൊ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ചെന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. 10-ന്റെ 25 തുടങ്ങുന്നത് ഇങ്ങനെയാണ്.
ഒരു സപ്രൻ എഴുന്നേറ്റ് ചെന്നിട്ട് പരീക്ഷിപ്പാനായി യേശുവിനോട് ചോദിച്ചു, നിത്യജീവൻ അവകാശമാകാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാകാൻ എന്ത് ചെയ്യണം? അപ്പോഴവരുടെ കഥ പറഞ്ഞു തുടങ്ങി. ഒരാളെ എല്ലാവരും ഇടിച്ച് വല്ലാതാക്കിയുള്ള തിട്ടായിരുന്നു. ഒരച്ഛൻ അതുവഴി പോയി, ഒരു ലേവിൻ അതുവഴി പോയി. ഇവരാർക്കും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സമയമില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഒരു മനുഷ്യൻ അതുവഴി പോയപ്പോൾ 33-ാം വാക്യം മുതൽ നിങ്ങൾക്ക് വായിക്കും. ഒരു ശമരിയക്കാരൻ യാത്ര ചെയ്യവേ അവൻ കിടക്കുന്ന സ്ഥലത്തെത്തി അവനെ കണ്ടു. അവനോട് മനസ്സലിവ് തോന്നി. അവന്റെ മുറിവുകൾ വച്ചു കെട്ടി. വീഞ്ഞും എണ്ണയും അവന്റെ മേൽ ധാര കോരി. അവന്റെ കഴുത്തപ്പുറത്ത് അവനെ കയറ്റിയിരുത്തി സത്രത്തിലേക്ക് കൊണ്ടുവന്നു. അവനെക്കുറിച്ച് താല്പര്യമായി പ്രവർത്തിച്ചു. പിറ്റേ പ്രഭാതത്തിൽ അയാൾ സത്രക്കാരന് 2 ദിനോറ ഏൽപ്പിച്ചിട്ട് അയാളോട്, ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ ചെലവാക്കുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നിത്യരാജ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്ന ഒരു ഭാഗം. ഇന്ന് മാതാവ് നമ്മളോട് കാനാവിലെ കല്യാണത്തിൽ തന്നെ ശിഷ്യന്മാരോടോ അഥവാ അവിടെ കൂടിയിരുന്നവരോടോ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കണം. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. You must do what he commands on you. യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയതിനു ശേഷം മാതാവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് നിത്യരാജ്യം അല്ലെങ്കിൽ അവരോട് കൂടെ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. എവിടെ ചെയ്യണം? ഞാൻ പേരൻസിനോട് പറയുകയാണെങ്കിൽ വീട്ടിൽ ചെയ്യണം. അച്ഛന്മാരോട് ഞങ്ങളോട് തന്നെയാണെങ്കിൽ പള്ളിയിൽ ചെയ്യണം. മറ്റ് സമൂഹത്തിലാണെങ്കിൽ സമൂഹത്തിൽ ചെയ്യണം. ഓഫീസ് ചെയ്യണം. എവിടെയാണെങ്കിലും ചെയ്തേ മതിയാകും. എങ്ങനെയാണ്? ഇങ്ങനെ പറയുന്നു, അവൻ കിടക്കുന്ന സ്ഥലത്തെത്തി അവനെ കണ്ട് അവനോട് മനസ്സലിവ് തോന്നി. അവന്റെ മുറിവുകൾ വച്ചുകെട്ടി വീഞ്ഞും എണ്ണയും അവന്റെ മേൽ ധാരയായി കോരി അവനെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി സത്രത്തിലേക്ക് കൊണ്ടുപോയി അവനെ കുറിച്ച് താല്പര്യത്തോടെ പ്രവർത്തിച്ചു. പിറ്റേ പ്രഭാതത്തിൽ അയാൾ സത്രക്കാരന് 2 ദീനോറോ ഏൽപ്പിച്ചിട്ട് അയാളോട്, ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കൂടുതൽ എന്തെങ്കിലും വന്നാൽ ഞാൻ തിരിച്ചു വന്ന് തരുന്നോളാം എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോണം, ഒറ്റ പ്രാവശ്യമേ ഞാൻ പറയുള്ളൂ. ഇതാണ് പുതിയ 10 കൽപ്പനകൾ. 10 കൽപ്പന എവിടെയാണ്? 1, he came near. അവൻ അടുത്തു വന്നു. അവരവരുടെ സാഹചര്യത്തിൽ ഓർത്തുകൊള്ളണം. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളത് ഓർത്തുകൊള്ളണം. ഭാര്യയുമായി കൃത്യമായി സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഓർത്തുകൊള്ളണം. ഭർത്താവുമായി സാധിക്കുന്നില്ലെങ്കിൽ അത് ഓർത്തുകൊള്ളണം. സമൂഹത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ പ്രതിസന്ധിയാണെങ്കിൽ ഓർത്തുകൊള്ളണം. ഏത് ബന്ധങ്ങളിലും ദൈവം അവൻ പറയുന്നത് ചെയ്യണമെന്നാണ് കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നതെങ്കിൽ 10 കൽപ്പനകൾ ഓർത്തുകൊള്ളണം. എന്താണ് ഈ പുതിയ 10 കൽപ്പന? He came near. അവൻ അടുത്തു വന്നു. He saw him. അവനെ കണ്ടു. അവൻ മനസ്സലിവ്. He empathized. അവനോടൊപ്പം ഇരുന്നു. He sat with him. അവനെ ശുശ്രൂഷിച്ചു. He served him. അവനെ സംരക്ഷിച്ചു. He took care of him. അവനെ രക്ഷിച്ചു. He saved him. അവനോടൊപ്പം ആ ദിവസം പാർത്തു. He stayed with him. അവന് കൊടുക്കാമെന്ന് പറഞ്ഞത് വീണ്ടും കൊടുക്കാമെന്ന് ദീനോറ കൊടുക്കുന്നു. അവനെ കരുതി. He shared money with him. വീണ്ടും വരാമെന്ന് പറഞ്ഞു. പ്രയാസമുണ്ടെങ്കിൽ I am with you. He promised that I will come back to you. If you can follow these 10 commandments, you will see that there is no more water but wine that brings joy and vigor. അവൻ പറയുന്നത് കേട്ടാൽ ഈ 10 കാര്യങ്ങൾ പലപ്പോഴും നാം അടുത്തേക്ക് വരുവാൻ സാധിക്കാതെ പോകുന്ന ബന്ധങ്ങളുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് ഇങ്ങോട്ടൊരു കോമ്പാറ്റബിലിറ്റി വരാത്ത ബന്ധങ്ങൾ. ആരാണ് ആദ്യം ക്ഷമിക്കേണ്ടത്? ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് വേണോ 100-ൽ 50 മാർക്ക് വേണോ എന്ന് ഞാൻ ചോദിക്കും.
രണ്ടുപേരും തമ്മിൽ പ്രശ്നമാണെന്ന് വിചാരിക്കുക, പ്രയാസമുണ്ട്, സംസാരിക്കാൻ പ്രയാസം. രണ്ട് ഓപ്ഷനേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇഫ് യു വാണ്ട് 100 out of 100, you speak. Initiate. Go and say sorry. What else? This is human life. It's only one life. You are going to die. The other person is going to die. My child, you come, embrace. I'm there for you. Whatever is there, it is yours. Anyone, it's yours. And see the people. Look at them. കൽഭരണികൾ കണ്ടുകൊണ്ട് വെള്ളം ഒഴിക്കുന്നു. ഇവിടെയാണ് മനസ്സലിയുന്ന അമ്മയെ പറ്റി നമ്മൾ സാധാരണ പറയുന്നത്. She felt it. So every person has got a pain inside, if there is, and we must be able to experience it. No matter whether you can solve it or not. First of all, think whether you can solve or not is God's plan. Solving is not our issue. It's all about God's plan. You can't do anything in that, but you can do your work. That asking other person, fill it. Do what God says to you. We can sit with them, isn't it? We can sit with them. You know, sit with them. And we can serve them. You can even feed today. Feed your parents, feed your children. ഒരു ഇന്ത്യൻ കൾച്ചറാണ് അത് ചിലപ്പോൾ പറയാറുണ്ട്. But I would say you feed, no problem. Nurses feed patients, അല്ലേ? സാധാരണ ചെയ്യാറുണ്ടല്ലോ. ഈ അടുത്ത ദിവസം എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിൽ ദൈവം തന്ന ഒരു സന്തോഷത്തിന്റെ ഒരു ദിനമുണ്ടായിരുന്നു. 10 വർഷമായിട്ട് പ്രതിസന്ധിയിലൂടെ അവര് അറിയാതെ ഡീറെയിൽ ചെയ്യപ്പെടുന്ന ഒരു കുടുംബം. പക്ഷെ രണ്ടുപേരും അഭിമാനികളാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ രണ്ടായിട്ട് കഴിയുകയാണ്. കഴിഞ്ഞ ഒരു 6 മാസമായില്ല, 5 മാസമായിട്ട് സ്ഥിരമായി വരികയും മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നത്. അഭിമാനം ഉണ്ടായതുകൊണ്ട് പുരുഷൻ വരത്തില്ല. പക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ വന്നിട്ട് ആദ്യത്തെ ഒരു 10-20 മണിക്കൂറുകൾ ഈ പ്രതിസന്ധി 10 വർഷത്തെ കഥ മുഴുവൻ ഞാൻ ചോദിച്ചു എന്താണ് ജോലി. അവസാനം ഞാൻ നന്നായിട്ട് കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഇനി 5 ദിവസം എന്നോട് സംസാരിച്ചാൽ ഞാൻ കേട്ടിരിക്കും. ഐ ലൈക്ക് ടു ലിസൺ. ഈ കേട്ടതിന്റെ അവസാനം ഒറ്റ കാര്യമില്ല. ഞാൻ അവസാനം എന്തെങ്കിലും പറഞ്ഞാൽ ഇത്രയും നേരം ഇരിക്കല്ലേ, ബാക്കിയുടെ നിങ്ങൾ കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? She said, registered nurse. Well, imagine on a day you are given a patient. You are taking care of that patient. And you're getting so annoyed with the patient. But what would you do? No, I serve. Imagine you just hit him or maybe slap or don't give anything or not giving an injection properly. No. I lose my registration. Senator, you lose your registration. I just said, can you imagine your husband is a patient? Today, believe me, today after the Kurbana, I got a call. And I said, I'm told that, Acha, you should pray because my wife was in the hospital yesterday night. And that person went there and spent time with her. And she knows, and we were all talking together. My wife was telling Achan, she said she wants to talk to you. Something, all of a sudden changed their life. They're very happy, and the children were not talking to each other, even to the parents. And it slowly coming back. Slowly, I'm not saying that it is fast, it's just a problem, but then slowly coming back into normalcy. The only one image I said, sometimes we find sick people within our family. But we must be able to nurse them, nursing. We must be able to nurse them. Not just, yelling at them, rather nursing them. ഞാൻ പറഞ്ഞു വരുന്നത് അമ്മ പഠിപ്പിച്ച കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ ഞാൻ വേറെ പറഞ്ഞു പോവുകയാണ്. And അവരെ രക്ഷിച്ചു. Stayed with them, shared money with them, and promised that I would come back every single day until I have this body. I'm there for you. രണ്ടാമത്തെ ഭാഗം ഞാൻ വിടുകയാണ്. മൂന്നാമത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലേക്ക്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ
അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കും. ഒന്ന്, മാതാവ് ലോകത്തിന് വെളിപ്പെട്ടപ്പോൾ നമ്മളോട് 2 കാര്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. ഒന്ന് എന്താണ്? നീ എന്നോട് ഇങ്ങനെ എന്തിന് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മാതാവ് പറയുന്നത്, മോനെ നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, ദൈവം വെളിപ്പെടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ലൂക്കോസ് 2:44 വാക്യം. God wants to reveal in the temple. മാതാവ് പറയുന്ന വ്യക്തിപരമായി നമ്മളോട് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, നിങ്ങളോട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. ഈ 2 ഭാഗം നമ്മളോട് പറഞ്ഞിട്ട്, മൂന്നാമത് ഇനി മാതാവിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് യേശു ക്രിസ്തു നമ്മളോട് പറയാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-27. യേശു തന്റെ അമ്മയെയും അവിടെ നിന്നിരുന്ന താൻ സ്നേഹിക്കുന്ന ശിഷ്യനെയും കണ്ടു. താൻ തന്റെ അമ്മയോട്, സ്ത്രീയെ, ഇതാ അവിടുത്തെ മകൻ എന്ന് പറഞ്ഞു. ആ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തന്റെ മകൻ, മകൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധങ്ങളും തകരുന്നത്, പ്രയാസപ്പെടുന്നത്, നഷ്ടപ്പെടുന്നത്, ജീവിതത്തിന്റെ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് കാണാൻ കൊള്ളാവുന്ന കാഴ്ചയാണ്. ഉള്ളിൽ ഇങ്ങനെ വേദന കൊണ്ട് പിടയുന്ന അമ്മയും. നമ്മൾ വിചാരിക്കും, നമ്മുടെ ഈ വേദനകൾ ആരോട് ചെന്ന് പറയും? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ നമ്മുടെ കാര്യം ആരോട് പറയും? ആ നമ്മുടെ കാര്യം ആരോട് പറയുമ്പോ നിങ്ങൾ ഒരു പാട്ടം എടുത്ത് പാടണം. ഏത്? സ്ലീബാത്തോളി മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ടാൻ നെടുവീർപ്പോടു നിലവിളി കൂട്ടാം. അപ്പൊ അതിങ്ങനെ പാടി പോകും. അറിയുന്നോരെ വരുമൊന്നീ അകലത്തായി നിന്നാൾ ജനനി. ദൂരത്ത് ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഈ വേദന കൊണ്ട്. ആര്? എന്നിട്ട് ഈ അമ്മയുടെ മനസ്സിലൂടെ പോകുന്ന എഴുതിയെങ്കിലും വെച്ചിട്ടില്ല കേട്ടോ. പിതാക്കന്മാർ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവു സമം കേണു. കുരിശിലേക്ക് യാത്ര ചെയ്യാണ് മകൻ. എന്നൻ മകനെ വത്സലനെ ഇങ്ങിവർ നിന്നെ വഹിക്കുന്നു. വിദ്വേഷികളുടെ കൈകളിൽ നീ എന്തിനു തനിയെ ഏൽപ്പിച്ചു. ഇങ്ങനെ അമ്മ ഒരുപാട് ചോദ്യം ചോദിക്കുമ്പോൾ അമ്മയുടെ ഒരു വിഷമമുണ്ട്. എന്ത്? ഭർത്താവ് മരിച്ചുപോയി, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? നീ ദൈവമാണ്, നീ ഭൂമിയിൽ നിന്ന് നിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ പോവുകയാണ്. പക്ഷെ യേശു അവിടെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നാം വായിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 ഭയങ്കര വായിക്കും ആ ഭാഗം. 26-27. യേശു തന്റെ അമ്മയെയും അവിടെ നിന്നിരുന്ന താൻ സ്നേഹിക്കുന്ന ശിഷ്യനെയും കണ്ടു. താൻ തന്റെ അമ്മയോട്, സ്ത്രീയെ, ഇതാ അവിടുത്തെ മകൻ എന്ന് പറഞ്ഞു. ആ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ഇതാ നിന്റെ അമ്മയെന്നും, ഇതാ ശിഷ്യനോട് പറഞ്ഞു, നിന്റെ അമ്മയെന്നും, നീ സ്നേഹിക്കുന്ന മകൻ നിൽക്കുന്നു എന്നും പറഞ്ഞ് യേശു തമ്പുരാൻ അവിടെ ശുദ്ധിമതിയായ മാതാവിനെ തനിക്ക് ശരീരം ഈ ലോകത്തിലേക്ക് നൽകിയ, ശരീരം ഏറ്റെടുത്ത മാതാവിനെ വൃഥാ വിടാതെ ലോകത്തിന്റെ അമ്മയായി പ്രഖ്യാപിക്കുക. ഇതാ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അമ്മയായി പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ഒരു ചൂണ്ടുപലക മുമ്പ് പറഞ്ഞിരുന്നു. അതെവിടെയാ പറഞ്ഞത്? ഒരു സ്ത്രീ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലാതെ പറഞ്ഞില്ല. എന്താ പറഞ്ഞു വന്നത്? ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാരോ അവരാകുന്നത് എന്റെ മാതാവും എന്റെ സഹോദരൻ എന്ന് പറഞ്ഞു. അത് പൂർത്തീകരിക്കുന്നത് ഈ ക്രൂശിന്റെ അവിടെ വെച്ചാണ്. യേശു തമ്പുരാൻ ക്രൂശിൽ വെച്ച് പറഞ്ഞു, ഇതാ അമ്മ. ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്, here is your mother. So the whole generation would say she is the mother,
mother of God. അപ്പോൾ ദൈവത്തിന്റെ അമ്മ, ദൈവജനനിയായ അമ്മയെ ലോകത്തിന് നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്താണോ അമ്മയുടെ ഉള്ളിലൂടെ ഉണ്ടായ വ്യഥ, എന്തായിരുന്നു വ്യഥ? ഈ ലോകത്തിൽ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മകനെ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ അമ്മ ലോകത്തിന്റെ അമ്മയായി തീരുവാൻ പോവുകയാണ്. കാരണം മകനോ ദൈവമത്രേ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ മൂന്നാമത് നമ്മളോട് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന വചനം, ചിന്ത എന്ന് പറയുന്നത്, നമ്മളിലുണ്ടാകുന്ന നഷ്ടങ്ങളുടെ കണക്കുകളല്ല, മറിച്ച് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആ വലിയ ദർശനമാണ് നമ്മളെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നത്. നമ്മളിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള നമ്മുടെ വ്യാകുലതകളല്ല, മറിച്ച് അവസാന ശബ്ദമായി ദൈവം നമ്മളോട് പറയും, നീ എന്നോട് കൂടെ എന്റെ ജീവിതത്തെ, അഥവാ ഞാൻ ഈ ലോകത്തിൽ ദൈവമായി വെളിപ്പെട്ടപ്പോൾ അമ്മയായി തുടർന്നുവെങ്കിൽ എന്നെ വെളിപ്പെടുത്തിയ നീ ലോകത്തിന്റെ അമ്മയായി മാറുവാൻ പോവുകയാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ആ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ, വേദനപ്പെട്ട ഹൃദയത്തോടുകൂടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, കണ്ണുനീരുകളുടെ ഇടയിൽ നിരാശപ്പെട്ടു പോകുവാനോ നഷ്ടപ്പെട്ടു പോകുവാനോ അല്ല, പ്രതീക്ഷയോടുകൂടെ ആ കേൾവി, നിന്നെ സംരക്ഷിക്കാനായി ഇതാ ഞാനൊരു മകനെ വിടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അമ്മയായി തീരുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുദ്ധിമതിയായ മാതാവിന്റെ ജീവിതത്തിലൂടെ ഒരു വിഷയത്തിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, ദൈവം ഒരു പ്രതിസന്ധിയിലും നമ്മളെ കൈവിടാതിരിക്കാൻ തക്കവണ്ണം ലോകത്തിന്റെ അമ്മ നമ്മളോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ള സാധ്യതയാണ്. എല്ലാ വഴികളും അടയുമ്പോൾ, അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് നൽകുമ്പോൾ അവരുടെ ദർശനത്തിൽ പറയുന്നത്, പല വഴി നോക്കി ഒരു തുണ കാണാതിരിക്കുമ്പോഴും നീ വഴി തുറന്നു തരികയാണ്. പക്ഷെ അത് അന്വേഷണത്തിലൂടെ ദൈവിക സാന്നിധ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാകുന്നു എന്ന് പറഞ്ഞ് മൂന്നാമത്തെ പോയിന്റും അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 48-ാം വാക്യത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നതും, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവൻ പറയുന്നത് ചെയ്യുവാൻ പറയുന്നു. മൂന്നാമത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇതാ മാതാവിനെ ലോകത്തിന്റെ അമ്മയായി നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. ഇനി അമ്മ എന്താണ് ചെയ്യുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 1:14. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം. യേശുവിന്റെ അമ്മ മറിയാം, തന്റെ സഹോദരൻ എന്നിവർ ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ എപ്പോഴും വ്യാപൃതരായിരുന്നു. ഒന്നുകൂടെ വായിച്ചു. 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ 13-ന്റെ അവസാനം ഒന്ന് വായിച്ചു. അവർ താമസിച്ചുകൊണ്ടിരുന്ന മാളികയിലേക്ക് പ്രവേശിച്ചു. പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസും ഫിലിപ്പോസും തോമായും മത്തായിയും ബർത്തിൽമായിയും ഹൽഫായിയുടെ പുത്രൻ യാക്കോബും തീഷ്ണനായ ശമയോനും യാക്കോബിന്റെ പുത്രൻ യഹൂദയും സ്ത്രീകൾ, യേശുവിന്റെ അമ്മ മറിയാം, തന്റെ സഹോദരർ എന്നിവർ ഒരുമിച്ച് യേശു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ട ഉത്ഥാനം ചെയ്തു. മാത്രമല്ല 40-ാം ദിവസത്തിൽ നാം കാണുന്നത് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണത്തിന് ശേഷം അമ്മ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. വേദപുസ്തകത്തിൽ കാണുന്ന അവസാന കുറിപ്പാണത്. ആ കുറിപ്പ് എന്താണ്? ശിഷ്യന്മാരും അമ്മയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് യോഹന്നാനോടൊപ്പം എഫെസൂസിൽ ഉണ്ടായിരുന്നതും അമ്മ ഈ ലോകത്തിൽ നിന്ന് ശാരീരിക മരണം ഉണ്ടാകുകയും എന്നാൽ ആ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും വാങ്ങിക്കുക നടക്കുന്നത് വരെയും യോഹന്നാനോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങളിലായിരുന്നു എന്നാണ് പറയുന്നത്. മാതാവിനെ പിൻപറ്റുന്നവർ
അവസാനമായി വായിക്കേണ്ടത് വാക്യം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:14 ശിഷ്യന്മാരോടും തന്റെ അമ്മയോടും കൂടെ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നാം നിത്യേന, അതാണ് സുറിയാനി സഭയുടെ അടിസ്ഥാന ആരാധനാ പ്രമാണം. അടിസ്ഥാന ആരാധന പ്രമാണം എന്ന് പറഞ്ഞാൽ മറ്റ് യാതൊരു സഭകളും നമുക്ക് പറഞ്ഞു തരാത്ത, എന്ന് പറഞ്ഞാൽ ആധുനിക നൂതന സഭകൾ പറഞ്ഞു തരാത്ത, സഭയുടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്ന എന്തായിരിക്കണം ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആരാധനാക്രമങ്ങൾ, നമ്മുടെ ദൈവ സാന്നിധ്യത്തിനെ പറ്റിയുള്ള നമ്മുടെ ബോധ്യങ്ങൾ എന്നുള്ളത് കാണിച്ചു നൽകുന്നത് പരിശുദ്ധ അമ്മയോട്. അതുകൊണ്ടാണ് ഒരു ദേവാലയത്തിൽ മാതാവിന്റെ ത്രോണോസ് ഇല്ലാതെ ദേവാലയം ഉണ്ടാവുകയില്ല. പിന്നീട് പരിശുദ്ധന്മാരോടും ശ്ലീഹന്മാരോടും ശുദ്ധിമാന്മാരോടും ശുദ്ധിമതികളോടും കൂടെ ഇരിക്കുന്ന ഒരു വലിയ സാക്ഷികളുടെ സമൂഹത്തിൽ നിന്നാണ് നാം ആരാധിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, ഞാൻ പഠിച്ചു തുടങ്ങിയത് യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലാണ്, exposed with Protestant theology, and then later I had a chance to learn Catholic theology, and maybe my entire research after a long time was Orthodox, and even within the Orthodoxy you have Byzantine and the Oriental churches. But let me tell you, every church and every Christian faith is, worshiping God and acknowledging the fact of our Lord and Savior Jesus Christ. But expressing that mystery in its fullest and perfect form can be seen with our Syrian Orthodox Church and its liturgy, but not in many other places. It is there, but this is the place where you can literally see of true faith. അവിടെയാണ് നാം ആരാധിക്കുന്നതിന്റെ മാതാവ് നമ്മളോട് പറയുന്നത്. ശുദ്ധിമാന്മാരോടും ശുദ്ധിമതിയായ മാതാവിനോടും സഹതന്മാരോടുകൂടെയും വിശ്വാസ ജനത്തോടും കൂടെ നമ്മളെ പ്രാർത്ഥിപ്പാനായി ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോ ആരാധനകളും പലർക്കും മനസ്സിലാകില്ല എന്താണ് ഈ ലിറ്റർജി അല്ലെങ്കിൽ ആരാധനാ ക്രമത്തിന്റെ ക്രമീകരണം എന്നുള്ളത്. ഓരോ ക്രമീകരണത്തിലും തൃത്വ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി പിന്നീട് മാതാവിനോടും പരിശുദ്ധന്മാരോടുമുള്ള മധ്യസ്ഥതയിൽ നാം പ്രാർത്ഥനകൾ അപേക്ഷകളെ ചൊല്ലി അവസാനിപ്പിക്കുന്നതാണ് എല്ലാ പ്രാർത്ഥനകളും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഇതിനോട് ചേർത്ത് വെച്ച് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതം ഈ 8 നോമ്പ് കാലഘട്ടങ്ങളിൽ മാത്രമല്ല, നിത്യമായി സഭാ ജീവിതത്തിൽ ദൈവത്തോട് ചേർത്ത് വെച്ച് ചിന്തിപ്പാനും ദൈവത്തെ പ്രസവിച്ച മാതാവിന്റെ ആ വലിയ ദർശനത്തോട് നമ്മുടെ ജീവിതത്തെ ഒരുക്കി പിടിപ്പിക്കുവാനും 12 ശിഷ്യന്മാരും സഹതന്മാരും പിന്നീട് വന്ന വിശുദ്ധ പിതാക്കന്മാരും മുഖാന്തരം നമ്മളിലേക്ക് ലഭിക്കപ്പെട്ടതായ സത്യവിശ്വാസത്തിൽ തുടർന്ന് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണതയിലേക്ക് നമുക്ക് ചെല്ലുവാനായി സാധിക്കുന്നതും. അതാണ് ജീവന്റെ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട രീതിശാസ്ത്രമെന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ഈ വഴിയിലൂടെ നടന്ന് സഞ്ചരിച്ചവർക്ക് ലഭിച്ച ഭാഗ്യത്തെയാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള ഉത്തേജകം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് മാതാവോടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെ മാതാവിന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധ ശിഷ്യന്മാരോടും താനായിരുന്ന കൂട്ടുകാരോടും കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിന്നീട് നാം കാണുന്ന 10 ദിവസം കഴിയുമ്പോൾ പെന്തിക്കോസ്തി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായത് മുതൽ പുതിയ നിയമസഭയിൽ നാം ഓരോരുത്തരും ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മാമോദീസ തൊട്ടിയിലൂടെ വരുമ്പോൾ നാം തുടർന്നുള്ള നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന്റെ വിശ്വാസ പ്രഖ്യാപനം കൂടെ ആയിരിക്കണം ഓരോ 8 നോമ്പും. ഓരോ 8 നോമ്പുകളും മാതാവിനെ പറ്റി നാം ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഇറക്കി വെക്കുക മാത്രമല്ല, തുടർന്നുള്ള നമ്മുടെ ജീവിതം എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടെ ആയിരിക്കണം 8 നോമ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് ക്രിസ്തുനാഥൻ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചാണ് യേശു ക്രിസ്തുവിന്റെ അവസാന വചനങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാന വാക്യം ഏതാണെന്ന് അറിയാമോ? Last verse that is recorded in the Bible, that is said by Jesus Christ.
അറിയാമോ? എന്തോ ഏറ്റവും അവസാനം പറഞ്ഞത് എല്ലാം നിവൃത്തിയായിരുന്നതാണോ? ഒരു ക്വിസാണത്. എന്തോ കുരിശിക്കപ്പെട്ട് കിടക്കുമ്പോ ആണോ? 7 വചനങ്ങൾ 4 മിനിറ്റ് അവസാനിപ്പിക്കും. പറയാമോ ലാസ്റ്റ് വേഴ്സ്? പ്രൈസ് ഒന്നും തരാനില്ല, പക്ഷേ എന്തോ പോകുന്ന പോലെ തിരിച്ചു വരും. അതെന്തോന്ന സാധനം? പോകുന്ന പോലെ തിരിച്ചു വരും. അത് ഈ നമ്മള് എലാസ്റ്റിക് ഇപ്പോഴും ഞങ്ങളുടെ ഈ ബൂമറാങ് എന്നൊരു സാധനം നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയയിൽ ഇങ്ങനെ വിട്ടാ തിരിച്ചു വരും. നിങ്ങൾക്ക് സമാധാനം. ഇതൊന്നുമല്ല. അപ്പോസ്തല പ്രവർത്തികൾ നിങ്ങൾ സുവിശേഷത്തിൽ എത്ര സുവിശേഷമുണ്ട്? 4 സുവിശേഷം. അപ്പൊ നിങ്ങൾ ആരും ഈ ഫാമിലി കോൺഫറൻസ് വന്നവരാരും ഇരിക്കില്ല, അന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷങ്ങളോ? സുവിശേഷം ഒന്നേ ഉള്ളൂ. ക്രിസ്തു മാത്രമേ ഉള്ളൂ സുവിശേഷം. ഗുഡ് ന്യൂസ് ഈസ് ക്രൈസ്റ്റ്. ബട്ട് ദാറ്റ് the story of that good news is written according to Matthew, according to Luke, according to Mark and according to John. ഇനി എത്ര സുവിശേഷമുണ്ട്? അതറിയാമല്ലേ? അപ്പൊ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞിരിക്കുന്ന വാക്യം എഴുതിയിരിക്കുന്നത് സുവിശേഷങ്ങളിലല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ അവരോട് 8 സോറി, ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. 8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യെരൂശലേമിലും യഹൂദിയ മുഴുവനും ശമരിയ സ്ഥലത്തും ഭൂമിയുടെ അതിർത്തികളൊക്കെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അപ്പൊ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ 4 ദിവസത്തെ യാത്രയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാൻ പോകുന്നതാണ്. എല്ലാ വർഷവും ഇത് കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. തൃത്വ ദൈവത്തെ ദർശിക്കുന്ന മാതാവ് എന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ ദൈവദൂതൻ വരുമ്പോൾ തൃത്വ ദൈവത്തെ കാണുമ്പോൾ അവിടെ മുതൽ തൃത്വത്തിലൊരുവനായ ക്രിസ്തുവിനെ താൻ ഉദരത്തിൽ വഹിക്കുന്നതായി കാണുകയും ആ തൃത്വത്തിലൊരുവനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് 3-ാം ദിവസം. ഇന്ന് നമ്മൾ പറഞ്ഞത് അത് വ്യക്തി ജീവിതങ്ങളിൽ എങ്ങനെ ഉണ്ടാകുന്നു, ആ ജീവിതത്തിൽ നാം ഇനി എന്ത് അനുവർത്തിക്കണം എന്ന് മാതാവ് നമ്മളോട് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ അവസാന വാക്യങ്ങൾ തന്നെ കണക്ട് ചെയ്തിട്ടാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഞാൻ എന്തിനാണ് അത് പറഞ്ഞത്? അമ്മയും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. മാതാവ് യോഹന്നാനോടൊപ്പം എഫേസസ് ഉണ്ടായിരുന്നു, പിന്നീടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ പറ്റിയുള്ള കാര്യം കർത്താവ് മുന്നമേ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് തൊട്ടേ പറഞ്ഞത്, നിങ്ങൾ പാടുമ്പോൾ ഇങ്ങനെ വരണമേ 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 എന്ന് പാടുന്ന പാട്ടുകളൊന്നും പാടരുതെന്ന് പറഞ്ഞതിന്റെ കാരണം സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം മാമോദിസ മുതലേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം പാട്ടുകൾ പാടാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കാറുണ്ട്, ഞാൻ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ആർട്ടിക്കിൾ വേണം ഞാൻ അയച്ചു തരാം. അപ്പൊ നമ്മളോട് ചോദിക്കും, ഇത് പാടാൻ പറ്റുമോ? നമുക്ക് പാടാൻ പറ്റുന്നുള്ളേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് മാമോദിസായിലൂടെ ലഭിക്കാത്ത പല സഭകളുണ്ട്. അവർ എഴുതുന്നോണ്ട് തെറ്റില്ല, അവർ പാടുന്നോണ്ട് തെറ്റില്ല. ന്യൂനത സഭകൾക്കൊന്നും ഇങ്ങനെ പരിശുദ്ധാത്മ ഈ മാമോദിസ വിഷ്ണു മൂറോനിലൂടെ അഭിഷേകം ചെയ്യപ്പെടുന്ന സഭകളല്ല. അവര് വെള്ളത്തിൽ മുങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നും അറിയില്ല. സമയം പോകുന്നല്ലേ, ഒരു അവസാനം കൺകൂട്ടിയല്ലേ. അപ്പൊ എന്താ സംഭവിക്കണത്? എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെയാണോ മറ്റെവിടെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്തെ വേദനയോടുകൂടെ എന്നോട് പറഞ്ഞ ഒരാളുണ്ട്. ഓസ്ട്രേലിയയിൽ ഒരു ഇന്ത്യൻ കട നടത്തുകയാണ്. ആ ഇന്ത്യൻ കട നടത്തുന്ന കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആള് ഇതിന്റെ പേര്, അത് ഗുജറാത്തിയാണ്. ഞാൻ അവിടേക്ക് സാധനം വാങ്ങിക്കാൻ പോകും. ഞാൻ പോകുമ്പോൾ ബ്ലാക്ക് കാസറ്റ് കിട്ടാൻ പോകുന്നത്. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു കൾച്ചറുണ്ട്. അവിടെ കോപ്റ്റിക് ചർച്ച് ഒരുപാട് പോകുന്നത് ഞാൻ അവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഐ ഗോ വിത്ത് മൈ ബ്ലാക്ക് കാസറ്റ് എവരിവേ. അപ്പൊ അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയും. അദ്ദേഹത്തിന്റെ മകൾ ഒഹായോയിൽ. അപ്പൊ എന്നെ എപ്പോഴും കാണുമ്പോൾ എനിക്ക് ഫാദർ ഐ വോണ്ട് ടു ടോക്ക് ടു യു സംതിങ്. ഐ സെഡ് ഗോ. അപ്പൊ എന്നോട് പറയാണ്, ഞാൻ ഇങ്ങനെ ഒഹായോയിലേക്ക് പോകും, 6 മാസം കഴിയുമ്പോൾ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, നാട്ടിലായിരുന്നില്ല. ഓക്കെ ഗുഡ്. കഴിഞ്ഞ പ്രാവശ്യം ഒഹായിൽ പോയപ്പോൾ ഒരു സംഭവം നടന്നു, അതെനിക്ക് ഫാദറിനോടൊന്ന് സംസാരിക്കണം. എന്താണ് പ്രശ്നം? അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകളും മകനും ജോലിക്ക് പോകും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കും. അപ്പൊ അദ്ദേഹം അവിടെ ഇറങ്ങി നടക്കും.
അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയാണ്. ആ പള്ളിയിൽ അന്ന് അദ്ദേഹം ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നതോടെ കുറെ വെള്ളം വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കാണാൻ പോയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പാസ്റ്റർ എന്ത് ചെയ്തു ചോദിച്ചാൽ, ഓരോരുത്തരെ പിടിച്ച് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് യു ആർ ജോൺ, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് യു ആർ മാർക്ക്. ഇങ്ങനെ നിന്നപ്പോൾ അദ്ദേഹം കാണാൻ ചെന്നാണ് അദ്ദേഹത്തെ പിടിച്ച് മുക്കി താഴെ പിടിച്ചു ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് യു ആർ ഇബ്രാഹിം. എന്നോട് ചോദിച്ചു സംഭവിച്ചത്, എനിക്ക് മനസ്സിലായില്ല അത് എന്താണെന്ന്. ഞാൻ പറഞ്ഞു, ഇത് സംഭവിച്ചത് ബാപ്റ്റിസമാണ്. എന്തെന്ന് ബാപ്റ്റിസം? ഇപ്പൊ പുള്ളിയുടെ വിഷയം, ഞാൻ അങ്ങനെ പ്രാക്ടീസിങ് ഹിന്ദു, ഇതാണ് പുള്ളിയുടെ പ്രശ്നം. ഞാൻ സ്വർഗത്തിൽ പോയില്ല. എന്താ ഉത്തരം പറയേണ്ടത്? ഇങ്ങനെയുള്ളവർക്ക് അത് പാടാം, പക്ഷെ നമുക്ക് പാടാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു. ഇപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ വന്നു, എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ ശക്തി പ്രാപിക്കും. യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അതിർത്തി വരെയും എനിക്ക് വേണ്ടി സാക്ഷികളാണ്. 4 പ്ലേസസ് ആണ്. ഒന്നാമത്തേതാണ് യെരൂശലേം എന്ന് പറഞ്ഞാൽ എവിടാണ്? സ്വന്തം വീട്. യെരൂശലേം സ്വന്തം വീടാണ്. പിന്നെ യെരൂശലേമിലും യഹൂദിയ അയൽ രാജ്യമാണ്. അല്ല, യഹൂദിയ എന്ന് പറഞ്ഞാൽ രാജ്യമുണ്ട്, സ്വന്തം വീടും നാടും. യഹൂദിയ എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ നാട്. പിന്നീടോ ശമരിയ, നമ്മൾ വിജാതീയർ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമ്മളല്ലാത്ത ആളുകളുടെ ഇടയിൽ. പിന്നീട് ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളാണ്. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, ഈ ദൈവബോധത്തിൽ മറ്റു പലരെ രൂപാന്തരപ്പെടുത്തുന്ന ആളുകൾ. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. മാതാവിന്റെ ജീവിതത്തിൽ താൻ ചെയ്തത് അനേക ലക്ഷം ആളുകളെ ഇന്ന് വരെ 2000 വർഷങ്ങൾ കൊണ്ട് എത്ര മില്യൺ ആളുകളെയാണ് ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ 25 വർഷം, 30 വർഷം, 40 വർഷം നിങ്ങൾ മാതാവിന്റെ പെരുന്നാളുകൾ ആഘോഷിച്ചിട്ടുണ്ട്. നിങ്ങൾ മുഖാന്തരം എത്ര പേർ ക്രിസ്തുവിലേക്ക് വന്നിട്ടുണ്ട്? നമുക്ക് ഈ ഭയങ്കര മാതാവിന്റെ ഭക്തരാണ്. Can you take a stock and audit? It's not my job. No. നിങ്ങൾ മാമോദിസയുടെ ക്രമം അവസാനിപ്പിക്കുമ്പോൾ അറിയാം, വിവാഹ ശുശ്രൂഷയുടെ ക്രമം അവസാനിപ്പിക്കാൻ അറിയാം. വിവാഹത്തിന്റെ ശുശ്രൂഷയുടെ അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്. ഇവർക്ക് നല്ല സന്താനങ്ങളും സുവിശേഷപരമായ നടപടികൾക്കും. ഇത് അന്നേരം ഇതൊന്നും നമുക്ക് എന്റെ അച്ഛ അന്നേരം എന്തൊക്കെയാ പറഞ്ഞെന്നുള്ള കാര്യം അല്ലേ, നമുക്കൊന്നും അറിയില്ല. പക്ഷെ അന്നേരം ഇതൊക്കെ പറഞ്ഞാൽ വിട്ടത് എന്ത്? ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കും. അതുകൊണ്ട് കൽക്കൂടിയുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. നാം അങ്ങ് വീണ്ടും പറയുകയാണ്, കോതമംഗലത്തോ കോട്ടയത്തോ മഞ്ഞളിക്കരയോ ഒക്കെ ഇരുന്ന് നമ്മളെ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ തുടങ്ങിയത് ഇതാണ്, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആദ്യത്തെ ദിവസം. ഇറ്റ് ഇസ് നോട്ട് ആക്സിഡന്റൽ. ഭൂമിയുടെ അറ്റത്തോളം പോകാൻ നിങ്ങൾക്ക് ദൈവം തന്ന സാധ്യതയാണ് ഇന്ന് അമേരിക്കയിൽ ഈ ബഗൻ ഫീൽഡിൽ ഇരിക്കുന്നത്. യു ആർ ബോൺ somewhere in India. I am talking about parents. Now your children are born here, and you must send your children even unto the earth. You must pray that your children must be God's witness across the world. You know the word called reverse mission? Have you ever heard about this term, reverse mission? ഒരു കാലത്ത് വെള്ളക്കാരൻ്റെ വെള്ളം കൊണ്ട് വരുന്നതല്ല, വൈറ്റ് സ്കിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞു. But now we are going everywhere. So my question is, can your child be an agent of Christ? Can your child be a witness? Can your child be a gospel bearer in this land? If you want your child to be a gospel bearer in this land, first you must be a bearer of gospel. And you must tell the stories. മോനെ വന്നേ, ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തപ്പോൾ, ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തപ്പോൾ, എന്താ അപ്പയുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ, ഒരിക്കലും ആരോടും ഒന്നും അങ്ങനെ ആവശ്യമില്ലാതെ പറയാത്തത്. മോനെ, ക്രൈസ്റ്റ് ടോൾഡ് മീ ദിസ്.
1997 എനിക്ക് പട്ടം ലഭിക്കുന്ന ശമാശനായിരിക്കുമ്പോൾ ബോബിക്കറിയാം. ആ സമയത്ത് ഞാൻ ലാത്തൂരിലേക്ക് പോയിട്ടുണ്ട്. ലാത്തൂരിലാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ശുശ്രൂഷ, അച്ഛനും അറിയാം. അവിടെ ചെന്ന് ലാത്തൂരിൽ നിങ്ങൾക്കറിയാം ഭൂകമ്പ ബാധിത പ്രദേശമാണ്. ആ പ്രദേശത്ത് ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി. നമ്മൾ അവിടെയുള്ള ഹരൻപൂർ വില്ലേജിലുള്ള ഒരുപാട് ആളുകൾക്ക് ക്ലോത്ത്, മെഡിസിൻ, ഫുഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ചെറിയൊരു സെന്ററിലാണ് നിൽക്കുന്നത്. എന്നാൽ പിറ്റേ 3 ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ജനലിന്റെ ചില്ലകൾ പൊട്ടുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കല്ലുകൾക്ക് നമ്മൾ കൊടുത്ത തുണികൾ ഇങ്ങനെ എറിഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും എറിയുകയാണ് അവിടെ ഉള്ളത്. ഞാൻ കതക് തുറന്നപ്പോൾ ഒരേറ് എനിക്കും കിട്ടി. ഹറൻപുൽ വില്ലേജ് അനുഗ്രഹിക്കപ്പെട്ടവരെ, അവർ ചിന്തിച്ചത് നമ്മൾ മതം മാറ്റാനും മനം മാറ്റാനും അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നാണ് ചിന്തിച്ചത്. ബട്ട് ബിലീവ് മീ, അതിനുശേഷം അവർ വിചാരിച്ചു നമ്മൾ പെട്ടെന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമെന്ന്. 24-ാം തീയതി ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ, അവിടെയുള്ള സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തേ സംഭവം, നിങ്ങളെ ഞങ്ങൾ എത്ര ഉപദ്രവിച്ചു, നിങ്ങളോട് പോകുന്നില്ലേ? ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നോ. വൈ? വന്ന് പറഞ്ഞത്, the love of the cross makes us to be here. നിങ്ങൾക്കറിയാമോ, പിന്നീട് നമ്മുടെ തിമോഥെയോസിന്റെ അരമനയിലുള്ള ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരാളൊക്കെ പിന്നീട് അവിടുന്ന് വന്ന ആളുകളാണ്. എത്രയോ പേർ പിന്നീട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരുണ്ട്. നമുക്കേറെ കിട്ടാം, പക്ഷെ നാം ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് മാറേണ്ടിയിരിക്കും. അതുകൊണ്ട് ഒരു രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയല്ല. ഈ രാജ്യം വലിയ സമൃദ്ധിയുടേതാണെന്ന് ചിന്തിച്ചിട്ടില്ല. നമ്മളെക്കാൾ എത്രയോ പേർ സമാധാനത്തോടുകൂടെ നമ്മുടെ കൊച്ചു രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ എത്രയോ പേർ സമാധാനത്തോടെ നമ്മളെക്കാൾ സമൃദ്ധിയായി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ ബെറ്ററാണ് ഇവിടെ എന്നുള്ളതല്ല, മറിച്ച് ഇവിടേക്ക് നമ്മളെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവിനാൽ നിയോഗിച്ചൊരു പദ്ധതിയുടെ ഭാഗമാണ്. So that is what challenges us through Mother Mary. Can you be an agent of God and make changes to the hearts of millions of people over here in this land and make justice around you, make peace around you, make a life comfortable around you through Holy Spirit? Let's pray. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയളപ്പാനും നാഥാ, എന്നെ നിനക്കു സുഗന്ധമതാ അർപ്പിപ്പാനും കൃപ നൽകാം. ദൂരസ്ഥ സമീപസ്ഥരുമാ തമ്മിൽ നിരക്കും സമയം അതിനാൽ സോദരരെ വരുവീൻ, ഒരുപോൽ കരുണയിരം നീടാ. നിത്യനായ ദൈവമേ, ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ഈ രാത്രികാലം കൂടെ ഇരിപ്പാൻ തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ സ്നേഹത്തിനായി ഒരിക്കൽ കൂടെ ഞങ്ങൾ കാതോർക്കും. നിന്റെ അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്നു, അവൻ കൽപ്പിക്കും, നിങ്ങൾ ചെയ്യും. അവൻ ലോകത്തിലേക്ക് വെളിപ്പെടുവാനായിട്ടാണ് ദേവാലയത്തിൽ കടന്നു വന്നത്. എന്റെ വേദനയിൽ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാൽ നിന്റെ സ്നേഹം മാത്രം എനിക്ക് മതി കർത്താവേ. കാരണം കുരിശിൽ വെച്ച് നീ പറഞ്ഞില്ലേ, എന്റെ സ്നേഹം നിന്നെ പൊതിഞ്ഞ് നീ ലോകത്തിന്റെ അമ്മയാകുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിപ്പാൻ അമ്മേ നീ പ്രാർത്ഥിച്ച് ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് ഈ ലോകത്തിൽ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയതുപോലെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ വന്നു കഴിഞ്ഞു. യെരൂശലേമിലും യഹൂദിയയിൽ ശമരിയിൽ ലോകമെമ്പാടും നിന്റെ സ്നേഹം
ഞങ്ങൾക്ക് എല്ലാ വേദനകളുടെ ഇടയിലും കൊടുക്കുവാൻ ആഗ്രഹിക്കും. ഞങ്ങളുടെ തലമുറകളും അതിനുവേണ്ടി നിയോഗിക്കപ്പെടുകയും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖങ്ങൾ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിറഞ്ഞാലും രക്ഷാകവചം നീ മാറാതെന്നാലും അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ണീറുകൾ ഉണ്ടാകും. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. എന്നാൽ ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകിയാൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളായിരിക്കുന്ന കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് തൊടുവാൻ, മറ്റുള്ളവരുടെ അടുത്തൊന്ന് ചെല്ലുവാൻ, അവരെ ഒന്ന് കാണുവാൻ, അവരെ കാണുമ്പോൾ അവരുടെ ജീവിതത്തെ ഓർത്തൊന്ന് മനസ്സറിയുവാൻ, അവരോടൊപ്പം ഒന്നിരിപ്പാൻ, അവരെ ശുശ്രൂഷിപ്പാൻ, അവരെ സംരക്ഷിപ്പാൻ, അവരുടെ കൂടെ പാർക്കുവാൻ, എത്ര പ്രയാസമുണ്ടെങ്കിലും ഞാൻ വീണ്ടും വരുമെന്നൊന്ന് പറയുവാൻ സ്നേഹിത നിന്നെ വിളിച്ചിരിക്കുന്നു. നിന്റെ സ്വന്തത്തിലും അകത്തും പുറത്തുമുള്ളവർക്ക് നീതിയുടെ കവചമായി തീരുവാൻ, സമാധാനത്തിന്റെ കവചമായി തീരുവാൻ, പ്രത്യാശയോടൊപ്പം കവചമായി തീരുവാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. എന്തെന്നാൽ ലോകത്തിന്റെ അമ്മയായി മാതാവിനെ ഇന്ന് നിർത്തി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ അമ്മയാണ് നമ്മളോട് കൂടെ ഇന്ന് യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടുപോകുന്നത്. അമ്മേ, ഇതാ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ നീ മറന്നു കളയരുതേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ ഒത്തിരി നേട്ടത്തിന് വേണ്ടിയല്ല. ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ നിരത്തി വെക്കുവാനാണ്. എന്നാൽ നിന്റെ പുത്രന്റെ അടുത്തേക്ക് ഞങ്ങളെ വഴി. ഞങ്ങൾക്കറിയാം അമ്മേ, നീ ഒരിക്കലും ഞങ്ങളെ മറന്നു കളയുകയില്ല. ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ പുത്രനോട് അപേക്ഷിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മേ അമ്മേ എന്നു വിളിച്ച് നിൻ സവിധത്തിൽ ഓടിക്കൂടും ഈ ഏഴകളെ തള്ളിയിടല്ലേ. വൃത്തിയിലൂടെ വാണു കടന്ന വ്യാകുലമാതിരി കുരിശിൽ അമ്മേ 9 മാസം നിന്നെ വഹിച്ച ജനനിയെ ഓർത്ത് ക്രോധാദന്തി ഞങ്ങളിൽ നിന്നും നീക്കുക നാഥ. ഇതാ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ ഒരു നഷ്ടപ്പെട്ടാൽ നിന്റെ രണ്ടാമത്തെ വരവിനാണ്. നിന്നിലൂടെ നിത്യജീവിതത്തിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ സന്തതി വരങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ബന്ധപ്പെടുന്ന ഈ ലോകം ഞങ്ങൾ മുഖാന്തരം മറ്റൊരാൾ കൂടെ നിന്നെ കണ്ടെത്തുവാൻ, നിന്റെ സ്നേഹം പങ്കിടുവാൻ, ക്രൂശിലെ ഒരു സ്നേഹമുണ്ടായിരുന്നു തിരിച്ചറിയുവാൻ, ആഘോഷങ്ങളല്ല നിന്നെ അനുവർത്തിക്കുവാൻ സഹായിക്കണമേ. അമ്മ ഞങ്ങളോട് മറന്നു കളയരുതേ. ഞങ്ങളുടെ കുറവുകളെ നീ ഓർക്കരുതേ. ആയതിനാൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ നിന്നോടൊന്ന് ക്ഷമയാചിക്കട്ടെ. നീ ഞങ്ങളെ വിട്ടുകളയരുതേ, മറന്നു കളയരുതേ.
നിന്റെ കരുണ ഞങ്ങളുടെ പേരുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. Lord, have mercy on us. Lord, have mercy on us. Thank you, Nada. നന്ദി നാഥ, സ്തോത്രം നാഥ. നീ ഞങ്ങളെ വേർതിരിച്ചവനാണ്, നിന്നെ ഞങ്ങൾ സ്വീകരിച്ചവനാണ്. യേശുവിനെ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കുന്നുവെന്ന് പറയാതെ നിനക്കറിയാമല്ലോ. നിന്നെ സ്വീകരിച്ചവനാണ്. സാത്താനെ ദൂരത്ത് പോകും. ഇനി നിനക്ക് ഇതിൽ യാതൊരു അധികാരവുമില്ല. ക്രിസ്തുവേ, ഇതാ നിന്റെ മകൻ. അമ്മയെ, നമുക്കൊരുമിച്ച് ക്രിസ്തുവിലേക്ക് പോകണേ. ഞങ്ങളെ കൈവിടരുതേ. പിതൃ പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിത്യരാജ്യത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യരാജ്യത്തിൽ ഞങ്ങൾക്ക് അവകാശം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതം പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയതിന്റെ സകല പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥവാനും പ്രാർത്ഥനകളാലും തന്നെയും ബഹുമാനപ്പെട്ട അച്ഛൻ അനുഗ്രഹിച്ച് മാഷൻ അനുഗ്രഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ 4 സന്ധ്യയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളോടും ഉള്ള സ്നേഹവും സന്തോഷവും അറിയിക്കാം. കഴിഞ്ഞ ഫാമിലി കോൺഫറൻസിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ജോയികൾ എന്നോട് ചോദിച്ചു, അച്ഛൻ അടുത്ത വർഷം അച്ഛൻ ഈ സമയം ഫ്രീ ആയിരിക്കും. ഞങ്ങൾ ഓൾറെഡി ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അച്ഛൻ വരാൻ സാധിക്കും. ഞാൻ പറഞ്ഞു അതൊക്കെ ആ സമയത്താകട്ടല്ല. എന്താണെങ്കിലും പിന്നെയും എന്നെ ഒരിക്കൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട അച്ഛനോട് സംസാരിക്കും. അങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയത്ത് 10 ദിവസത്തേക്ക് ഓടി വരുവാൻ സാധിച്ചത്. അച്ഛൻ അതിനു വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറി പോരുന്നതിന്റെ തലേദിവസം അച്ഛനെ 10 പ്രാവശ്യത്തിൽ കൂടി ബുദ്ധിമുട്ടിച്ചു. അച്ഛൻ എനിക്ക് ലെറ്റർ ആയിരുന്നു, ഞാൻ തിരിച്ചാൽ വേണം, അത് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ബോർഡർ ഇങ്ങോട്ട് കയറുമ്പോൾ ഈ ബോർഡർ വല്ലാത്ത ബോർഡറാണ്. അപ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അച്ഛൻ എഴുതി തരാൻ പറ്റും. അച്ഛൻ ആദ്യം ഒരെണ്ണം അയച്ചു തന്നു, 2ാമത് അയച്ചു തന്നു, 3ാമത് അയച്ചു തന്നു, 4ാമത് അയച്ചു തന്നു. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓൾ good endeavors that is done to me and also loving my family. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളതല്ലാതെ ഒരുപാട് പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. 2006 മുതൽ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന. അതുകൊണ്ട് അമേരിക്കയിലേക്ക് വരാൻ ഞാൻ എവിടെയെങ്കിലും പോകുന്നത് വരുന്നതല്ല, ഹോം കമ്മിങ് ആണ്. നമുക്കറിയാം, അമേരിക്കയിൽ പോകുമ്പോൾ ഒത്തിരി പ്രിപ്പയർ ചെയ്യണം. ഞാൻ ആരോട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ബോക്സസ് ഒന്നും ഞാൻ പ്രിപ്പയർ വെച്ചു. എന്തൊക്കെയോ 2-3 കാര്യങ്ങൾ എടുത്തു. ബിക്കോസ് ഐ എം കമ്മിങ് ഹിയർ, ഐ നോ ദാറ്റ് വി ഹാവ് പീപ്പിൾ ഹിയർ, ഐ ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ഐ ക്യാൻ ഗോ എനിവേർ. And everyone were doing very well to me. Thank you so much. Please do pray for me. And I really feel about this country. And I tell this to Tirubeni as well, and our young children, our Sunday school children, our youth, and whatever that I can, if God willing, that I will definitely share my life with this country and our churches and our members, because we need lot of energy to communicate Christ and the triune God of this world. അതിനായി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ അടുത്ത 2-3 ദിവസം വീണ്ടും വൈറ്റ് പ്ലെയിൻസിലുണ്ട്. അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവഹിതമെങ്കിൽ ഒരു ദിവസം കൂടെ വരണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1 ആണോ 2 ദിവസമാണോ എന്ന് എനിക്കറിയില്ല. ഐ മേ ബി വിത്ത് യു ഡ്യൂറിങ് മെനി അതർ ടൈംസ്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് പ്രേ ഫോർ മീ ആൻഡ് ഫോർ മൈ ഫാമിലി. താങ്ക് യു.